ആൻസർ കിട്ടിയിട്ടില്ലായിരുന്നു. മൂന്നാമത്തത് കിട്ടിയിട്ടുണ്ടോ മാതാജി? എനിക്ക് കിട്ടിയില്ല മാതാജി. എനിക്കും കിട്ടിയില്ല മാതാജി. എനിക്ക് ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ പറഞ്ഞു തന്നെ പറയാനാണ് ഞാൻ നേരത്തെ ഇരിക്കുന്നത്. മാതാജി ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. കൃഷ്ണ മാതാജി. ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഹരേ ഹരേ കൃഷ്ണ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ക്വസ്റ്റ്യൻ ആൻസർ കിട്ടില്ല, എനിക്ക് മനസ്സിലായില്ല. ഇല്ല ഇല്ല. ക്വസ്റ്റ്യൻ ആൻസർ കിട്ടില്ല എന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞത് മനസ്സിലായില്ല. മൂന്നാമത്തെ രണ്ടാമത്തെ ഇന്നലെ പഠിപ്പിച്ചു, ഇന്ന് മൂന്നാമത്തെ അല്ലേ? അല്ല, 2-ലെ 20 വരെ ഇന്നലെ പഠിപ്പിച്ചിട്ടുണ്ട്. 2-ലെ 20 ബാക്കിയുണ്ടല്ലോ. ബാക്കിയുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻ ഇല്ലേ? ഇല്ല, വന്നില്ല. വന്നിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. വന്നിട്ടുണ്ടല്ലോ, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടല്ലോ. ഇല്ല, ഒന്ന് പറഞ്ഞു തരുമോ? എത്ര ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്? 11. അത് കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ വന്നു മാതാജി. 11 ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 11 കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ വന്നു. 11 വന്നു. 11 കഴിഞ്ഞുള്ള ക്വസ്റ്റ്യൻ ഇന്നത്തേക്കും വന്നിരിക്കുന്നത് അത് തന്നെ. ഹരേ കൃഷ്ണ. അഞ്ജന മാതാജി 23 ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട് രണ്ടാമത്തെ അധ്യായത്തിൽ. ഇട്ടിട്ടുണ്ടോ മാതാജി? കിട്ടിയിട്ടുണ്ട്. ഇല്ല, 11 വരെ. 11 വരെ വന്നിട്ടുള്ളൂ. 11 വരെ വന്നിട്ടുള്ളൂ. എനിക്ക് ബാക്കിയുള്ള കിട്ടിയിട്ടുണ്ട് മാതാജി. 11 വന്നിട്ടുള്ളൂ കേട്ടോ. ഹരേ കൃഷ്ണ. മാതാജി 20 21 എത്ര എന്തുണ്ട് ക്വസ്റ്റ്യൻ? പക്ഷെ മാതാജി 11 വന്നിട്ടുള്ളൂ മിനിറ്റ്. ഇന്നലത്തെ. ഹരേ കൃഷ്ണ. അഞ്ജന മാതാജി മുഴുവൻ ഇട്ടിട്ടുണ്ടോ മാതാജി? 23 ക്വസ്റ്റ്യൻ ഉണ്ട് മാതാജി. നോക്കട്ടെ മാതാജി. നോക്ക്. ഇല്ലെങ്കിൽ 23 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ഗ്രൂപ്പിലുണ്ട്. 11 ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ട്. 11. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. നമ്മള് ഇന്ന് രണ്ടാമത്തെ അധ്യായത്തിന്റെ ബാക്കി ഭാഗമാണ് നമ്മൾ ഇന്ന് കാണാനായിട്ട് പോകുന്നത്. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മള് രണ്ടാമത്തെ അധ്യായത്തിൽ 20 ശ്ലോകം വരെ എടുത്തു അല്ലെ? എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചില്ലേ? കാരണം മാതാജി ഇന്നലെ എടുത്തു. 20 വരെ എടുത്തിട്ടുണ്ട്. മാതാജിയുടെ വേഷം ഇന്ന് മാറ്റമാണല്ലോ. ഇത് സമയം മെയിനായിട്ട് മാതാജി ഒരു കാര്യം മ്യൂട്ടിലിരിക്കുന്നതിന് നല്ലത്. ശരിയാവില്ല. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നലെ നമ്മൾ 20 ശ്ലോകം വരെ നമ്മൾ എടുത്തു. 20 ശ്ലോകത്തില് എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഇന്നലെ നമുക്ക് മനസ്സിലായി. ഇന്നലെ പരമ സത്യത്തെ സാക്ഷാത്കരിക്കുന്ന 3 ഭാവങ്ങൾ കണ്ടു അല്ലെ? പിന്നെന്താ കണ്ടത്? അറിയാൻ വേണ്ടിട്ട് ചെയ്യേണ്ടി വരില്ലേ? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. ഇന്നലെ എന്തൊക്കെ പഠിച്ചതെന്ന് പറഞ്ഞോളൂ.
ഹരേ കൃഷ്ണ പറയാലോ, ഞാൻ അൺമ്യൂട്ട് ചെയ്തല്ലോ എല്ലാവരെയും. യുഐയുടെ 239 കോടി കിട്ടിയ ആളാണ്, 29 വയസ്സാണ്. ഹരേ കൃഷ്ണ. ഇന്നലെ നമ്മൾ ഭൗതിക ജീവിതത്തിലെ 4 തരം ക്ലേശങ്ങൾ. ഭൗതിക ജീവിതത്തിലെ ക്ലേശങ്ങൾ ഏതൊക്കെയാണ്? ജനനം, വാർദ്ധക്യം, രോഗം, മരണം. ജനനം, മരണം, വാർദ്ധക്യം, രോഗം. ജരാവ്യാധി അല്ലേ? പിന്നെ നമ്മൾ ഇന്നലെ എന്താ കണ്ടത്? ഇന്നലെ ഭഗവാൻ അർജുനനോട് 3 യോഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. 3 യോഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കൊടുത്തു കഴിഞ്ഞിട്ടില്ല, കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു പരമസത്യം ആൾക്കരിക്കുന്ന 3 ഭാവങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഭഗവാൻ അർജുനന് വഴക്ക് പറയുണ്ടായിരുന്നു ക്ലാസ്സിൽ. എങ്ങനെയുള്ള ഗുരുവിനെ ഉപേക്ഷിക്കാം, അതൊന്ന് പറയുമോ മാതാജി? ഹരേഷ്ണ മാതാജി ക്ലാസ് കഴിയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് പറഞ്ഞത്? നമ്മള് കൃപണനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കാരണം നമുക്ക് ഒരു മനുഷ്യ ജന്മം കിട്ടിയിട്ടും കൃപണന്മാരാണ് നമ്മൾ കണ്ടു. പിന്നെ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത് ഗുരുവായി കണ്ട് അർജുനൻ ഭഗവാനിൽ നിന്ന് ഉപദേശങ്ങൾ തേടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഭഗവാൻ അർജുനൻ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാണ്. ആത്മാവിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ആത്മാവ് നശിക്കുന്നില്ല, ശരീരത്തിന് ശാശ്വതമാണ്. ശരീരം ആത്മസാക്ഷാത്കാരം നേടിയിട്ടൊരു ഗുരുവിനെ സ്വീകരിക്കണമെന്നും പറഞ്ഞു. 4 തരം ക്ലേശങ്ങൾ നമ്മൾ 20 വരെ എഴുതി എടുത്തല്ലേ? 20 വരെ. അപ്പൊ 20ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ ഇന്നലെ 11 വരെ അല്ലേ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുള്ളൂ? 11 വരെ പഠിപ്പിച്ചത്, 20 വരെ ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിച്ചത് 20 വരെ, എഴുതിയ ക്വസ്റ്റ്യൻ ആൻസർ 11 വരെ. 11 വരെ നമ്മൾ 20ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു ഭഗവാൻ ഇതിനെ കുറിച്ച് ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കായിരുന്നു. എന്ന് പറഞ്ഞ ആത്മാവിന് ജനന മരണങ്ങളില്ല, അതുണ്ടായിട്ടില്ല ഇതുവരെ, ഇനി ഭാവിയിൽ ഉണ്ടാകാനും പോകുന്നില്ല, അത് അജനും നിത്യനും ശാശ്വതനും പ്രാചീനനുമാണെന്ന് പറഞ്ഞു. ശരീരം നശിക്കുന്നു, പക്ഷെ ആത്മാവിന് എന്തില്ല? മരണമില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. പിന്നെ ആത്മാവിന്റെ വലിപ്പത്തെ കുറിച്ച് പറഞ്ഞു. ആത്മാവിന്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു മുടിയുടെ തുമ്പിന്റെ 10,000-ൽ അംശമാണ് ആത്മാവിന്റെ വലിപ്പം എന്നുള്ളതും നമ്മൾ ഇന്നലെ കണ്ടു. ഇനി 21ാമത്തെ ശ്ലോകം തൊട്ട് നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. വേദാ വിനാശിനം നിത്യം യാ ഏനാമജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കം ഖാദയതി ഖാന്തികം. അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനുമാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അപ്പൊ ആത്മാവ് അർജുനനോട് ഇന്നലെ ഭഗവാൻ എന്താ പറഞ്ഞത്? 20ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു കൊടുത്തു, ആത്മാവിനൊരിക്കലും ജനന മരണങ്ങളില്ല, അതുണ്ടായിട്ടില്ല, ഉണ്ടാകുന്നുമില്ല, ഭാവിയിൽ ഉണ്ടാകുന്നുമില്ല. അതെങ്ങനെയാണ്? അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ് എന്നൊക്കെ ഭഗവാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തു അല്ലെ? ശരീരം നശിക്കുന്നു, പക്ഷെ എന്തിനു നാശമില്ല? ആത്മാവിന് നാശമില്ല എന്നുള്ളത് ഭഗവാൻ ഇന്നലെ പറഞ്ഞു കൊടുത്തു. അപ്പൊ അത് പറഞ്ഞിട്ട് അടുത്തത് ഭഗവാൻ എന്താ ചോദിക്കുന്നത്? അല്ലയോ പാർത്ഥ, ആത്മാവ് നാശമില്ലാത്തവനും അജനും പരിണാമങ്ങളില്ലാത്തവനുമാണെന്ന് അറിയുന്ന ഒരാൾക്ക് ആരെയെങ്കിലും കൊല്ലാനോ കൊലയ്ക്ക് പ്രേരിപ്പിക്കാനോ എങ്ങനെ കഴിയും? അപ്പൊ ആത്മാവ് നാശമില്ലാത്തവനാണ്, അജനാണ്, പരിണാമങ്ങൾ ഇല്ലാത്തവനാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരാൾക്ക് കൊല്ലാനും കൊലയ്ക്ക് പ്രേരിപ്പിക്കാനും കഴിയുന്നത്? അർജുനനോട് ഭഗവാൻ ചോദിക്കുകയാണ്. സമാധാനപ്രിയനായ ജഡ്ജി ഒരു ഘാതകന് മരണശിക്ഷ വിധിച്ചാൽ അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ വയ്യ. നീതിശാസ്ത്രാനുസൃതമായാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കാൻ ആജ്ഞാപിക്കുന്നത്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടും പാപത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാൻ ഇടവരാതിരിക്കാൻ മരണശിക്ഷയ്ക്ക് വിധിക്കണം. ഒരു സമാധാനപ്രിയനായിട്ടുള്ള ഒരു ജഡ്ജി ഒരു ഘാതകന് എന്ത് ശിക്ഷ വിധിക്കാം? മരണശിക്ഷ വിധിക്കാം. അതിന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം അദ്ദേഹം അത് ചെയ്യുന്നത് എന്തിനാണ്? നീതിശാസ്ത്രത്തിനനുസരിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ ഒരാളെ ഹിംസിക്കാൻ ആജ്ഞാപിക്കുന്നത് നീതി അനുസരിച്ചാണ്. ഒരു ഘാതകൻ അയാൾ ചെയ്ത കൊടും പാപത്തിന്റെ ഫലം അടുത്ത ജന്മം അനുഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് മരണശിക്ഷയ്ക്ക് വിധിക്കുന്നത്. അപ്പൊ വിധിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കൊല നടത്തിയ ഒരു വ്യക്തിക്ക് ജഡ്ജി എന്ത് ചെയ്യും? മരണശിക്ഷ വിധിക്കും.
ആ മരണശിക്ഷ വിധിച്ചു കഴിഞ്ഞാല് അയാൾ ചെയ്ത തെറ്റിന്റെ ഫലം അയാൾ ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. അപ്പൊ അയാൾക്ക് വീണ്ടും എന്തില്ല, അടുത്ത ജന്മത്തിൽ അനുഭവിക്കേണ്ട ആവശ്യമില്ല ഇതിന്റെ ശിക്ഷ. കാരണം അത് ഓൾറെഡി ഇവിടെ അനുഭവിച്ചു കഴിഞ്ഞതുകൊണ്ട് അടുത്ത ജന്മം അയാൾക്ക് അത് അനുഭവിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ഒരു ജഡ്ജി എന്താ ചെയ്യുന്നത്, അയാളുടെ ഡ്യൂട്ടിയാണ് അയാൾ അവിടെ ചെയ്യുന്നത്, അല്ല ജഡ്ജി ചെയ്യുന്നത്. നീതിശാസ്ത്രാനുസൃതമായാണ് അദ്ദേഹം മറ്റൊരാളെ ഹിംസിക്കാൻ ആജ്ഞാപിക്കുന്നത്. അപ്പൊ ആ ചെയ്ത പാപത്തിന്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെന്താണ്, അടുത്ത ജന്മം അതിനനുഭവിക്കേണ്ട ആവശ്യം അയാൾക്ക് വരുന്നില്ല. വാംസാസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണോ നന്യാനി സംയാതി നവാനി ദേഹി. പഴയ ഉടുപ്പുകൾ മാറ്റി പുതിയവെടുത്തണിഞ്ഞത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായ ഭൗതിക ശരീരങ്ങൾ ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അപ്പൊ പഴകിയ ഉടുപ്പുകൾ മാറ്റിയിട്ട് പുതിയതെടുത്ത് അണിയുന്നത് പോലെ പ്രകാരമാണോ നമ്മൾ പഴയ ഡ്രസ്സ് എടുത്തിട്ട് മാറ്റി പുതിയ ഡ്രസ്സ് എടുത്ത് അണിയുന്നത്? അതുപോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായിട്ടുള്ള ഭൗതിക ശരീരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദേഹി പുതുദേഹങ്ങൾ സ്വീകരിക്കുന്നു. അപ്പോൾ ദേഹി എന്ന് പറയുന്നത് അതായത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ പഴകിയ ഡ്രസ്സ് മാറ്റിയിട്ട് നമ്മൾ പുതിയതെടുത്ത് അണിയുന്നത് പോലെ ജീർണിച്ച് ഉപയോഗിക്കാൻ കൊള്ളാത്തതായിട്ടുള്ള ഭൗതിക ശരീരങ്ങളെല്ലാം ഉപേക്ഷിച്ച് ദേഹി എന്ത് ചെയ്യാണ്, പുതിയ ദേഹങ്ങള്, ജീവാത്മാവ് പുതിയ ദേഹം സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അണുമാത്രനായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്ക് ഉള്ള മാറ്റം സാധ്യമാകുന്നത് ആത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. ഒരു സുഹൃത്ത് ആത്മമിത്രത്തിന്റെ അഭിഷ്ടം നിറവേറ്റി കൊടുക്കുന്നത് പോലെ പരമാത്മാവ് അണുമാത്രനായ ജീവാത്മാവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു. അപ്പൊ അണുമാത്രനായ ജീവാത്മാവിന് മറ്റൊരു ശരീരത്തിലേക്കുള്ള മാറ്റം സാധ്യമാകുന്നത് പരമാത്മാവിന്റെ കാരുണ്യം കൊണ്ടാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, നമുക്കറിയാമല്ലോ, രണ്ടുപേരും ജീവാത്മാവും പരമാത്മാവും ആ എന്താ പറയാ ഒരു ഹൃദയത്തില് ഒരു വൃക്ഷത്തിന്റെ കൊമ്പിലിരിക്കുകയാണ്, അതായത് ഹൃദയത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. ഒരു മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന രണ്ട് പക്ഷികളാണ് ജീവാത്മാവും പരമാത്മാവും. ആ ജീവാത്മാവിന്റെ എല്ലാ പ്രവൃത്തികൾക്കും സാക്ഷിയാണ് ആര്, പരമാത്മാവ്. അപ്പോ ജീവാത്മാവ് വേറൊരു ശരീരത്തിലേക്ക് പോകുമ്പോ ആ മാറ്റം സാധ്യമാക്കി കൊടുക്കുന്നത് ആരാണ്, ഭഗവാൻ തന്നെയാണ്. എപ്രകാരമാണ് ഒരു സുഹൃത്ത് തന്റെ ആത്മമിത്രത്തിന്റെ അഭിഷ്ടം സാധിച്ചു കൊടുക്കുന്നത്, അതുപോലെ പരമാത്മാവ് ജീവാത്മാവിന്റെ ഇഷ്ടം സാധിച്ചു കൊടുക്കുന്നു. പരമാത്മാവ് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് ആരുടെ ഇച്ഛപ്രകാരമാണ്, ഭഗവാന്റെ ഇച്ഛപ്രകാരം. ഭഗവാൻ ആ പരമാത്മാവിന്റെ ആഗ്രഹം, ജീവാത്മാവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഒരേ വൃക്ഷത്തിലാണ് രണ്ടുപേരും ഇരിക്കുന്നതെങ്കിലും ഭോക്താവായ പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. എങ്കിലും പരമപ്രഭുവായ അദ്ദേഹം സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തിന്റെ മഹിമകൾ അറിയാനും ഇടവന്നാൽ ഉടനെ ക്ലേശിക്കുന്ന പക്ഷി എല്ലാ വ്യാകുലതയിൽ നിന്നും മുക്തനാകും. അപ്പോ പരമപ്രഭുവായിട്ടുള്ള സുഹൃത്തിന് നേരെ ദൃഷ്ടി തിരിക്കാനും അദ്ദേഹത്തെ മഹിമകൾ അറിയാനും ഇടവന്നാല് ക്ലേശിക്കുന്ന പക്ഷിയുടെ എല്ലാ വ്യാകുലതകളും മാറും. നമ്മൾ പറഞ്ഞു, ഒരേ വൃക്ഷത്തിന്റെ കൊമ്പിലിരിക്കുകയാണ്, പക്ഷെ ആ ഭോക്താവായിട്ടുള്ള പക്ഷി ഉത്കണ്ഠാകുലനും ദുഃഖിതനുമാണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ആ പരമപ്രഭുവായ ഭഗവാനെ ഒന്നും തിരിഞ്ഞു നോക്കുന്നുമില്ല, നോക്കുന്നുകൂടില്ല. നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ക്ലേശങ്ങൾ തീരും, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അയാൾ അത് ചെയ്യുന്നില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ ന ചൈനം ക്ലതയന്ത്യോപോ ന ശോഷായതി മാരുതഃ. ആത്മാവിന് ആയുധങ്ങൾക്ക് മുറിക്കാനാവില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാനോ വെള്ളത്തിന് നനയ്ക്കാനോ കാറ്റിന് ശോഷിപ്പിക്കാനോ കഴിയില്ല. അപ്പൊ ആത്മാവിന് ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനോ അഗ്നി കൊണ്ട് ദഹിപ്പിക്കാനോ വെള്ളത്തിനെ കൊണ്ട് നനയ്ക്കാനോ കാറ്റിനെ കൊണ്ട് ശോഷിപ്പിക്കാനോ കഴിയില്ല. ആത്മാവ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പറഞ്ഞ, ആയുധങ്ങൾ കൊണ്ട് മുറിക്കാൻ സാധിക്കില്ല, അഗ്നിയെ കൊണ്ട് ദഹിപ്പിക്കാൻ സാധിക്കില്ല, വെള്ളത്തിന് നനയ്ക്കാനും കാറ്റിന് ശോഷിപ്പിക്കാനും കഴിയില്ല. എത്ര ശാസ്ത്രീയങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടായാലും ആത്മാവിനെ കീറി മുറിക്കാനോ നശിപ്പിക്കാനോ അവയ്ക്ക് സാധിക്കുകയില്ല. എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എത്ര ശാസ്ത്രീയമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും ആത്മാവിനെ കീറി മുറിക്കാനോ നശിപ്പിക്കാനോ ഒന്നും സാധിക്കുന്നില്ല. അച്ഛേത്യോ യമത്യാഹോ യമ ക്ലേത്യോ ശോഷ്യ ഏവച നിത്യ സർവഗതസ്ഥാണോ രചലോയം സനാതനഃ. ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവത ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അജഞ്ചലനും നിത്യനുമാണ് ഈ ആത്മാവ്. അപ്പൊ ആത്മാവിനെ
മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ കഴിയില്ല. ശാശ്വതനും സർവ്വത ഗമിക്കാൻ കഴിവുള്ളവനും പരിണാമങ്ങൾക്ക് അതീതനും അജഞ്ചലനും നിത്യനുമാണ് ആര്? ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ ജീവാത്മാവിനെ മുറിക്കാനോ ദഹിപ്പിക്കാനോ കുതിർക്കാനോ ഉണക്കാനോ ഒന്നും കഴിയില്ല. അത് ശാശ്വതനാണ്, സർവ്വത ഗമിക്കാൻ കഴിവുള്ള സഞ്ചരിക്കാൻ കഴിവുള്ളവനാണ്, പരിണാമങ്ങൾക്ക് അതീതനാണ്, അജഞ്ചലനും നിത്യനുമാണ് ആത്മാവ് എന്ന് പറയുന്നത്. വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല. ഭൗതിക കൽമഷങ്ങളിൽ നിന്ന് മുക്തനായ ജീവാത്മാവ് പരമദിവ്യോത്തമ പുരുഷന്റെ ജ്യോതി പ്രസരണത്തിൽ ഒരു ആത്മീയ സ്ഫുലിംഗമായി നിലകൊള്ളാൻ ഇഷ്ടപ്പെട്ടേക്കും. പക്ഷേ ബുദ്ധിമാന്മാരായ ജീവാത്മാക്കൾ ഭഗവത് സംഗമത്തിന് വേണ്ടി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് കടക്കുക തന്നെ ചെയ്യും. ഉടനെ പറഞ്ഞത് വ്യക്തിത്വമാർന്ന ജീവാത്മാവ് ഒരിക്കലും പരമാത്മാവിൽ ലയിക്കുന്നില്ല. എങ്ങനെ ചെയ്യുന്നത്? ആ ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിലാണ് ലയിക്കുന്നത്. അങ്ങനെ ബ്രഹ്മജ്യോതിയിലാണ് ലയിക്കുന്നത്. പക്ഷെ ബുദ്ധിമാന്മാരായിട്ടുള്ള ജീവാത്മാക്കൾ എവിടെ ലയിക്കാൻ കടക്കും? അവർക്ക് ഭഗവാന്റെ ആ ഗ്രഹങ്ങളിലേക്ക് ഭഗവാനിലേക്ക് ലയിക്കാനായിട്ട് അവർക്ക് കടക്കും. അപ്പൊ അല്ലാത്തവർ എവിടെ പറഞ്ഞത്? ഭഗവാന്റെ ആ ജ്യോതിയില് ബുദ്ധിമാന്മാരെ ഭഗവാനെ ലയിക്കാനായിട്ട് ഭഗവാനെ പ്രാപിക്കാനായിട്ട് സാധിക്കും ബുദ്ധിമാന്മാർക്ക്. അല്ലാത്തവര് ഭഗവാന്റെ ആ ബ്രഹ്മജ്യോതിയിലാണ് ലയിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ബുദ്ധിമാന്മാരായിട്ടുള്ളവര് ഭഗവാന്റെ സംഗമത്തിന്, അതായത് ബ്രഹ്മം പരമാത്മാ ഭഗവാനില് പ്രാപിക്കാനായിട്ടാണ് ബുദ്ധിമാന്മാർക്ക് ശ്രമിക്കുന്നത്. അല്ലാത്തവരൊക്കെ ഉടനെ ഭഗവാന്റെ ജ്യോതിയില്, അതായത് പ്രകാശത്തിൽ ലയിക്കാനായിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. അവ്യക്തോയമചിന്തോയമാവികാര്യമുച്യത്തെ തസ്മാദേവം വിധിത്വൈനം നാനുശോചിതുമർഹസി. അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെ കുറിച്ച് ദുഃഖിക്കരുത്. അപ്പൊ അദൃശ്യനും അചിന്ത്യനും മാറ്റമില്ലാത്തവനുമാണ് ആര്? ആത്മാവ് എന്ന് പറയുന്നത് അദൃശ്യനാണ്, അചിന്ത്യനാണ്, മാറ്റമില്ലാത്തവനാണ്. ഇതറിയുന്നത് കൊണ്ട് നീ ശരീരത്തെ കുറിച്ച് ദുഃഖിക്കരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ നീ എന്ത് ചെയ്യാൻ പാടില്ല? ശരീരത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനായിട്ട് പാടില്ല. അചിന്തനും അദൃശ്യനും മാറ്റമില്ലാത്തവനാണ് ആത്മാവ്. ഇതറിയുന്നത് കൊണ്ട് നീ എന്ത് ചെയ്യരുത്? ശരീരത്തെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കാനായിട്ട് പാടില്ല. ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശനിലൂടെ കാണാനാവാത്ത വിധം സൂക്ഷ്മതമമായ ആത്മാവ് തന്മൂലം അദൃശ്യം തന്നെ. ഇപ്പൊ ആത്മാവിന്റെ വലുപ്പം നമുക്കറിയാലേ, ഒരു മുടിയുടെ തുമ്പിന്റെ നാരിന്റെ 10,000-ൽ ഒരു അംശമാണ് ആത്മാവിന്റെ വലുപ്പം. ആ ആത്മാവിനെ ഏറ്റവും ശക്തിമത്തായ സൂക്ഷ്മദർശനിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അത്രയും അദൃശ്യനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത്. മാനുഷിക പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് ആത്മാവിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ആത്മാവ് ബോധവും അവബോധവും ഉള്ളതാകുന്നു എന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ഇത് അംഗീകരിച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ പരീക്ഷണങ്ങളിലൂടെയുള്ള വിജ്ഞാനം കൊണ്ട് നമുക്ക് എന്ത് സാധിക്കില്ല? ആത്മാവിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. ആത്മാവ് ബോധവുമുണ്ട് അവബോധവും ഉള്ളതാകുന്നെന്ന് വേദങ്ങൾ ഘോഷിക്കുന്നു. ആത്മാവിന് എന്തുണ്ട്? ബോധവുമുണ്ട് അവബോധവും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാലോ, നമ്മളിപ്പോ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും നമുക്ക് ആ ബോധവും അവബോധവും ഉള്ളത് കൊണ്ടാണ് നമ്മളത് മനസ്സിലാക്കി വേർതിരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്തു പോകുന്നത്. അഥ ചൈനം നിത്യജാതം വാമന്യസേമൃതം തഥാപി ത്വമഹാബാഹോ നൈവം ശോചിതുമർഹസി. അതല്ല, ഇനിയിപ്പോ എന്താ പറയാ, അതല്ല ജീവന്റെ ലക്ഷണം, അതായത് ജീവാത്മാവ് അതല്ല ജനിക്കുകയും എന്നേക്കുമായി മരിക്കുകയും ചെയ്യുന്നെന്നാണ് വിശ്വാസമെങ്കിൽ തന്നെയും മഹാബാഹോ നിനക്ക് ദുഃഖിക്കാനില്ല. ഇപ്പൊ ഇത്ര നേരം അർജുനന് ഭഗവാൻ എന്ത് പറഞ്ഞു കൊടുത്തു? ആത്മാവിനെ കുറിച്ച്, ആത്മാവിന് ജനനമരണങ്ങളില്ല, അതുകൊണ്ട് നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഇനി എന്താ പറയണത്? ഇനി അഥവാ നീ വിചാരിക്കാണ് ആത്മാവ് എന്നേക്കുമായി നശിച്ചു പോകാണ്, മരിക്കാനുള്ളതാണെന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ പോലും നിനക്ക് എന്ത് വേണ്ട? നീ ദുഃഖിക്കേണ്ട, നിനക്ക് ദുഃഖിക്കാനില്ല. അപ്പൊ ഇനി അതല്ല നീ വിചാരിക്കുന്ന പോലെ ആത്മാവ് എന്നേക്കുമായി മരിക്കാണ് എന്നാണ് നിന്റെ വിശ്വാസമെങ്കിൽ തന്നെയും നിനക്ക് എന്ത് വേണ്ട? നിനക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവിൽ നിന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലുള്ള ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളുടെയും ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ ഒരു സങ്കലനമാണ് ശരീരം എന്ന് പറയുന്നത്. മഹാബാഹോ, കൈക്കരുത്തുള്ളവൻ, വൈദിക ധർമ്മത്തിന്
എതിരായ വൈദിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് അർജുനന് ബന്ധം. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതനാണ്. ഇവിടെ മഹാബാഹു, അർജുനനെ വിളിക്കാൻ മഹാബാഹു, കൈക്കരുത്തുള്ളവൻ, വൈദിക ധർമ്മത്തിനെതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. അപ്പൊ അർജുനൻ ഇവിടെ പറയുന്നത് ശരീരത്തിൽ നിന്ന് ഭിന്നമായ ഒരു ആത്മാവില്ലെന്ന് വിശ്വസിക്കുന്ന ഏതാണ്ട് ബുദ്ധമതക്കാരെ പോലെ ഒരു വിഭാഗം തത്വചിന്തകരുണ്ട്. കാരണം ശരീരത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഒരു ആത്മാവുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരു വിഭാഗമാണത്. ആധുനിക ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും ദൃഷ്ടിയിൽ ഭൗതിക പദാർത്ഥങ്ങളുടെ സങ്കലനമാണ് ശരീരം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പറഞ്ഞത് ശാസ്ത്രജ്ഞന്മാരും ഭൗതികവാദികളായ തത്വജ്ഞാനികളും പറഞ്ഞത് ഭൗതികമായ പദാർത്ഥങ്ങളുടെ സങ്കലനമാണ് ശരീരം. അപ്പൊ മാത്രമല്ല വൈദിക ധർമ്മത്തിനെതിരായ വൈഭാഷിക സിദ്ധാന്തത്തെ അർജുനൻ അംഗീകരിച്ചില്ല. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് വൈദിക സംസ്കാരവുമായിട്ടാണ് ആർക്ക് ബന്ധമുള്ളത്? അർജുനൻ ബന്ധമുള്ളത്. അതിനായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ അർജുനൻ അംഗീകരിക്കുന്നില്ല. ആ സിദ്ധാന്തങ്ങൾ അനുസരിക്കാൻ അദ്ദേഹം നിർബന്ധിതമാണ്. വൈദിക സിദ്ധാന്തങ്ങൾ അനുസരിച്ചാണ് അർജുനന് ബന്ധം, വൈദിക സംസ്കാരം അനുസരിച്ചാണ്. അതുകൊണ്ട് തന്നെ അത് അനുസരിക്കാൻ ആർക്ക് ബാധ്യതയുണ്ട്? അർജുനന് ബാധ്യതയുണ്ട്. അർജുനൻ നിർബന്ധമായിട്ട് അത് അനുസരിക്കേണ്ടതാണ്. ജാതസ്യാഹി ധ്രുവോർ മൃത്യുർധ്രുവം ജന്മാമൃതസ്യ ച തസ്മാദാ പരിഹാര്യർത്ഥേന ത്വം ശോചിതുമർഹസി. ജനിച്ചവന് മരണം നിശ്ചിതമത്രേ, മരിച്ചവന് ജനനവും. അതിനാൽ തന്റെ അനിവാര്യമായ കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ ജനിച്ചവൻ എന്ത് ഉറപ്പാണ്? മരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. മരിച്ചു കഴിഞ്ഞാൽ ജനിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നീ അനിവാര്യമായി നിന്റെ ഒഴിച്ചുകൂടാനാവാത്ത കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ടതില്ല. അപ്പൊ ജനിച്ചാൽ മരിക്കും, മരിച്ചാൽ ജനിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് നിന്റെ ഈ അനിവാര്യമായിട്ടുള്ള കർത്തവ്യ നിർവഹണത്തെ പറ്റി നീ വ്യസനിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ് ഇവിടെ. ഇത് അനാവശ്യമായ യുദ്ധത്തെയോ വധത്തെയോ സാധൂകരിക്കുന്നില്ല. എങ്കിലും ഒരു മനുഷ്യ സമൂഹത്തിൽ നീതി പാലനത്തിനു വേണ്ടി യുദ്ധവും ഹിംസയും കൂടാതെ വരുന്നു. ഇപ്പൊ ഈ മനുഷ്യന്റെ സമൂഹത്തിൽ നിന്നാണ് നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട് യുദ്ധവും ഹിംസവും ഒഴിച്ചുകൂടാതെ വരുന്നു. അപ്പൊ യുദ്ധത്തിനൊരിക്കലും അനാവശ്യമായ യുദ്ധത്തെ ഒരിക്കലും സാധൂകരിക്കുന്നില്ല. പക്ഷെ ചില സ്ഥലത്ത് നമുക്ക് എന്ത് വേണ്ടി വരാണ്? നീതി നടപ്പാക്കേണ്ടതായിട്ട് വരും. അപ്പൊ ആ നീതി നടപ്പാക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ പാലനത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ ഹിംസ വേണ്ടി യുദ്ധവും ഹിംസയും ഒഴിച്ചുകൂടാതെ വരുന്നു എന്നാ പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾക്ക് ഇപ്പൊ അർജുനനും ഭഗവാനും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ആ ഭഗവാന് നമുക്കറിയാലോ ആ യുദ്ധക്കളത്തിലുള്ള എല്ലാവരും വധിക്കാനായിട്ട് യുദ്ധം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഭഗവാൻ അതെന്തിനാ ചെയ്ത് കാണിച്ചു കൊടുത്തത്? നമ്മള് നീതി നടപ്പാക്കേണ്ട സ്ഥലത്ത് അത് നടപ്പാക്കേണ്ടതാണ്, ഹിംസ ഒഴിച്ചുകൂടാതെ വരുന്ന സ്ഥലത്ത് അത് ചെയ്യേണ്ടതാണെന്ന് സാമാന്യ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? അവിടെ ആ യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറാകുന്നത് അല്ലെ. യുദ്ധത്തിന്റെ ഒരു ആവശ്യകത അവിടെ വന്നത് അതുകൊണ്ടാണ്. അല്ലാതെ ഭഗവാൻ ചെയ്യാനായിട്ട് യുദ്ധത്തിനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഓൾറെഡി അവരൊക്കെ വധിച്ചു കഴിഞ്ഞതാണ്, നമ്മൾ കണ്ടതാണ് അല്ലെ. പക്ഷെ അതെന്തിനാണ് അത് ചെയ്യുന്നത്? അപ്പോ സാമാന്യ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കൂടി. സമൂഹത്തില് ഇങ്ങനത്തെ വരുമ്പോ നമ്മൾ എന്താണ് അവിടെ നീതി നടപ്പാക്കേണ്ടത്, ഹിംസ ആവശ്യമാണെന്ന് കണ്ടാൽ അത് ഒഴിച്ചുകൂടാത്താണെങ്കിൽ അത് ചെയ്യേണ്ടതാണെന്ന് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടിയിട്ട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? യുദ്ധം. അവ്യക്താദീനി ഭൂതാനി വ്യക്തമധ്യാനി ഭാരത അവ്യക്താദിനമന്യേവ നാന്യേവ തത്ര കാ പരിദേവന. സൃഷ്ടിയിലെ ജീവജാലങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിപ്പിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ വ്യസനത്തിന്റെ ആവശ്യം എന്ത്? ഈ സൃഷ്ടിയിലുള്ള ജീവാത്മാക്കളൊക്കെ എങ്ങനെയാണ്? ആരംഭത്തിൽ ഉണ്ടാകുന്നില്ല, പിന്നെ മധ്യത്തിൽ അതാണ് ആവിർഭാവം കൊള്ളുന്നത്, പിന്നെ അത് മാത്രമല്ല നശിക്കുമ്പോൾ വീണ്ടും അവ്യക്തമാകുന്നു. അപ്പൊ എല്ലാ ജീവാത്മാക്കളും ആരംഭത്തിൽ പ്രകടമാകുന്നില്ല. അപ്പൊ ആരംഭത്തിൽ പ്രകടമാകുന്നില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ജീവഗണങ്ങളെല്ലാം ആരംഭത്തിൽ പ്രകടമാകില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു, നമ്മളെ പ്രളയം സംഭവിക്കുന്ന കാര്യം പറഞ്ഞു അല്ലെ. ബ്രഹ്മാവിന്റെ ഒരു പകല്, ഓരോ പകല് കഴിയും തോറും രാത്രിയാകുമ്പോൾ സംഭവിക്കുന്നുണ്ട്, പ്രളയം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു പകല് കഴിയുമ്പോ എന്താണ്? ഭഗവാൻ ശ്വാസം എടുക്കാണ്. ഭഗവാന്റെ ആ ശ്വാസത്തിലാണ് ഇത് നടക്കുന്നത്. ആ ശ്വാസം എടുക്കുമ്പോ ഈ ഭൗതിക ലോകം മുഴുവൻ അവിടേക്ക് പോകാണ്, ഭഗവാന്റെ വായ്ക്കുള്ളിലേക്ക് പോകാണ്. പിന്നെ അടുത്ത ശ്വാസം വിടുമ്പോഴോ ഈ ഭൗതിക ലോകം മുഴുവനും തിരിച്ച് ആദ്യത്തെ പോലെ തന്നെ വരാണ് ചെയ്യുന്നത്.
അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് പറയുന്നത് ഇവിടെ ഭൗതിക ലോകം ആരംഭത്തിൽ പ്രകടമാകുന്നില്ല ജീവഗണങ്ങൾ, മധ്യത്തിൽ ആവിർഭാവം കൊള്ളുന്നു, നശിക്കുമ്പോൾ വീണ്ടും അത് അവ്യക്തമാകുന്നു. അങ്ങനെ ഇരിക്കെ എന്താണ് വ്യസനത്തിന്റെ ആവശ്യമെന്ന് അർജുനനോട് ഭഗവാൻ ചോദിക്കുകയാണ്. ആത്മസത്തയിൽ വിശ്വസിക്കാത്തവരെ വൈദിക കർമാനുയായികൾ നാസ്തികർ എന്ന് വിളിക്കുന്നു. അപ്പൊ ആത്മാവിന്റെ ആ സത്തയിൽ വിശ്വസിക്കാത്തവരെയാണെന്ന് പറയുന്നത് നാസ്തികർ എന്ന് വിളിക്കുന്നത്. ശരീരം ഉടുപ്പാണ്. ശാശ്വതമായ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക ദേഹത്തിന് യഥാർത്ഥമേ ഇല്ല, സ്വപ്നം പോലെയുള്ള ഒന്നാണത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്ന ശരീരം എന്ന് പറയുന്നത് എന്താണ്? ആത്മാവിന്റെ ഉടുപ്പ് മാത്രമാണ് ശരീരം. ശാശ്വതമായ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതികമായ ദേഹത്തിന് യഥാർത്ഥമേ ഇല്ല. അപ്പൊ ശരീരം നമ്മളെ ഉടുപ്പ് പോലെയാണെന്ന് പറയുന്നത് അല്ലെ. കാരണം ആ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ ആ ഭൗതിക ദേഹത്തിന് എന്തില്ല? യഥാർത്ഥമില്ല. അതായത് നമ്മള് ഒരു ജീവാത്മാവിന്റെ ശരീരം ഇപ്പൊ നമ്മൾ കാണുമ്പോ ഇപ്പൊ എന്നെ കാണുകയാണെങ്കിൽ ഞാനിപ്പോ ആരാണ്? ഞാനൊരു മനുഷ്യനായിട്ടാണ് എന്നെ കാണുന്നത്. അത് കഴിഞ്ഞ് ഈ ആത്മാവ് അടുത്തൊരു ജന്മം സ്വീകരിക്കുമ്പോൾ ചിലപ്പോൾ ഞാനൊരു മൃഗമായിട്ടായിരിക്കും കാണുന്നത്. പിന്നെ അടുത്ത ജന്മം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്തായിരിക്കും? ചിലപ്പോൾ പക്ഷിയായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം ആത്മാവിന് എന്തില്ല? ഭൗതിക ദേഹത്തിന് താരതമ്യപ്പെടുത്തുമ്പോ ആ ഭൗതിക ദേഹത്തിന് ഒരു യാഥാർത്ഥ്യമില്ല. അപ്പൊ ഒരു പ്രാവശ്യം മനുഷ്യനായിട്ട് കണ്ടു, ഒരു പ്രാവശ്യം ഇപ്പൊ നമ്മള് രാവിലെ മനുഷ്യനായിട്ട് കണ്ടു, ഉച്ചയ്ക്ക് നമുക്ക് പട്ടിയായിട്ട് കണ്ടു, വൈകിട്ട് നമ്മൾ എന്താണ് നമ്മളിങ്ങനെ ഓരോരോ രീതിയില് അല്ലെ നമ്മൾ കാണുന്നു പറഞ്ഞു. നമ്മളിപ്പോ പിന്നെ അതുപോലെ തന്നെ പക്ഷിയായിട്ട് കണ്ടു നമ്മളിങ്ങനെ പറഞ്ഞു. അപ്പൊ അതെന്താ സംഭവിക്കുന്നത്? ആ ഒരു മനുഷ്യനായിട്ട് ജന്മം കിട്ടി, മൃഗമായിട്ട് ജന്മം കിട്ടി, ഒരു പക്ഷിയായിട്ട് ജന്മം കിട്ടി. അപ്പൊ ഇതൊക്കെ ആത്മാവിനോട് താരതമ്യപ്പെടുത്തുമ്പോ ഭൗതികമായ ദേഹം എങ്ങനെയുള്ളതാണ്? ഒരു സ്വപ്നം പോലെയാണത്. ശാശ്വതമായിട്ടുള്ളതാണ് നമുക്ക് അവിടെ പറയാൻ പറ്റില്ല. അപ്പൊ അല്ലെ ആ ഭൗതിക ദേഹത്തിന് യഥാർത്ഥ്യമേ ഇല്ല എന്ന് പറയാനായിട്ട് കാരണം അതുകൊണ്ടാണ്. കാരണം എന്താണ്? നമുക്കറിയാം ആ ജീവാത്മാവ് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. നമ്മൾ ചെയ്യുന്ന കർമ്മത്തിനനുസരിച്ച് ആ ഭൗതികമായിട്ടുള്ള ദേഹം എന്ത് സംഭവിക്കാണ്? ദേഹമല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മം അനുസരിച്ചാണ് നമ്മുടെ ജീവാത്മാവ് അടുത്ത ശരീരം സ്വീകരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഈ ഒരു ശരീരത്തില് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോ ഈ ഒരു ശരീരം നമുക്ക് മനസ്സിലാകണം. അടുത്ത ജന്മം എടുക്കുമ്പോ വേറൊരു ശരീരമായിരിക്കും വരുന്നത്, പിന്നത്തെ ജന്മം എടുക്കുമ്പോ വേറൊരു ശരീരമായിരിക്കും വരുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് എന്ത് പറയാൻ സാധിക്കും? ഭൗതിക ദേഹത്തിന് ഒരിക്കലും എന്തുണ്ടാവുന്നില്ല? യാഥാർത്ഥ്യം ഉണ്ടാവുന്നില്ല. നമ്മൾ ഇന്ന് കാണുന്നത് മനുഷ്യനായിട്ടാണെങ്കിൽ നാളെ കാണുന്നത് മൃഗമായിട്ടായിരിക്കും കാണുന്നത്. ഇപ്പൊ നമ്മളൊരാളെ രാവിലെ ഒരു ഡ്രസ്സ് ഇട്ട് കണ്ടു, വൈകിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് കണ്ടു, ഉച്ചയ്ക്ക് വേറെ ഡ്രസ്സ് ഇട്ട് കണ്ടാലോ ഒരു ദിവസം തന്നെ 3-4 ഡ്രസ്സ് മാറി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ജീവാത്മാവ് എന്താണ് പറയുന്നത്? ആദ്യം ഒരു ജന്മത്തിൽ കണ്ടു, പിന്നെ ചെയ്ത കർമ്മത്തിനനുസരിച്ച് അടുത്ത ജന്മം വേറൊരു ഡ്രസ്സിൽ കണ്ടു, പിന്നെ വേറൊരു ഡ്രസ്സിൽ കണ്ടു. അതേപോലെയാണ് പറയുന്നത്. അപ്പൊ ആ ശരീരം മാത്രമാണ് എന്ത്? ശരീരം ഉടുപ്പ് മാത്രമാണ്. ശരീരം ഉടുപ്പ് മാത്രമാണ്. ജീവാത്മാവ് മാത്രമാണ് ശാശ്വതമായിട്ടുള്ളത്. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവദത്വതി തഥൈവ ചാന്യ ആശ്ചര്യവച്ചൈനമന്യ ശൃണോതി ശ്രുത്യോപേനം വേദന്ന ചൈവ കശ്ചിത്. ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് എന്ന് പറയുന്നത് അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായി വർണ്ണിക്കുന്നു, മറ്റു ചിലർ അതിനെപ്പറ്റി ആശ്ചര്യപൂർവ്വം കേൾക്കുന്നു, ചിലർക്കാകട്ടെ അതിനെപ്പറ്റി കേട്ടിട്ടും ഒട്ടും മനസ്സിലാകുന്നില്ല. അപ്പൊ ചിലരുടെ ദൃഷ്ടിയിൽ ആത്മാവ് എന്ന് പറയുന്നത് എന്താണ്? അതിശയിപ്പിക്കുന്ന ഒന്നാണ്. ചിലർ അതിനെ ആശ്ചര്യകരമായിട്ട് കാണുന്നു, വർണ്ണിക്കുന്നു, അത് കേൾക്കുന്നു, അതിനെപ്പറ്റി ഒട്ടും തന്നെ കേട്ടിട്ടും ചിലർക്കാണെങ്കിൽ മനസ്സിലാക്കാനായിട്ടും സാധിക്കുന്നില്ല. അപ്പൊ പലവരും പല രീതിയിലാണ് എന്ത് മനസ്സിലാക്കുന്നത്? ആത്മാവിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഭീമാകാരമായ മൃഗത്തിന്റെ ശരീരത്തിലും വൃക്ഷത്തിന്റെ ശരീരത്തിലും 1 ഇഞ്ച് മാത്രം വരുന്ന സ്ഥലത്ത് ഉൾക്കൊള്ളുന്ന കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും അണുമാത്രനായ ആത്മാവ് കുടികൊള്ളുന്നു എന്നത് വിസ്മയകരമാണ്. ഇപ്പൊ കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാത്മാക്കളിൽ ഓരോന്നിലും ആരുണ്ട്? ഓരോന്നിലും ആ ജീവാത്മാവ് കുടികൊള്ളുന്നെന്ന് ചിന്തിക്കുന്നത് തന്നെ മനസ്സിലാക്കുന്നത് വിസ്മയകരമായിട്ടുള്ള കാര്യമാണ്. മൃഗത്തിന്റെ ശരീരത്തിലും പടുകൂറ്റൻ വൃക്ഷത്തിലും 1 ഇഞ്ച് മാത്രം വരുന്ന സ്ഥലത്ത് നിന്ന് കോടാനുകോടി അതിസൂക്ഷ്മങ്ങളായ ജീവാണുക്കളിൽ ഓരോന്നിലും ആരുണ്ട്? ആത്മാവ് കുടികൊള്ളുന്നുണ്ട്. മായാമോഹിതരായ ജനങ്ങൾ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടി വസ്തുക്കളിൽ ആകൃഷ്ടരായിത്തീരുന്നു. ആത്മജ്ഞാനം ഇല്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലേക്ക് കലാശിക്കൂ. അപ്പൊ മോഹിതരായിട്ടുള്ള ജനങ്ങള് ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? വസ്തുക്കളില് ആകൃഷ്ടരായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആത്മജ്ഞാനം ഇല്ലാത്തത് മൂലം നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം പരാജയത്തിലെ കലാശിക്കുന്നുള്ളൂ. അപ്പൊ
ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ടുള്ള വസ്തുക്കളിൽ ആകൃഷ്ടരായി തീരാൻ ആര്? മായാമോഹിതരായിട്ടുള്ള ജനങ്ങൾ. നന്നേ സൂക്ഷ്മമായ ഒരു അണുവിന് ഏറ്റവും വലുതും അതേസമയം തന്നെ ചെറുതാകാൻ കഴിയുമെന്ന് സ്ഥൂല ഭൗതിക ബോധമുള്ളത് കൊണ്ട് ആധുനിക മനുഷ്യർ ബഹുഭൂരിപക്ഷത്തിനും ചിന്തിക്കാനാവില്ല. ഒരു പരിശുദ്ധ ഭക്തന്റെ, കൃഷ്ണഭക്തന്റെ അഹേതുകമായ കരുണ കൊണ്ട് മാത്രമേ ഒരാൾക്ക് കൃഷ്ണനെ അതേപടി അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ഭഗവാനെ കുറിച്ച് ഒരു വ്യക്തിക്ക് അറിയാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം? ഒരു പരിശുദ്ധ ഭക്തന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കരുണ ഉണ്ടെങ്കിൽ മാത്രമേ ഭഗവാനെ കുറിച്ച് ആ വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കുന്നുള്ളൂ. ദേഹി നിത്യമവത്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി ഭൂതാനി നത്വം ശോചിതും അർഹസി. ഹേ ദേഹ, ഹേ ഭാരത, ദേഹി അല്ലെങ്കിൽ ദേഹി എന്ന് വെച്ചാൽ ദേഹത്തിൽ വസിക്കുന്ന സത്ത, അത് അനശ്വരമാണ്. അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ഏതൊരു ജീവനെ കുറിച്ചും നീ വ്യസനിക്കേണ്ടതില്ല. ഇപ്പൊ അർജുനനോട് പറഞ്ഞു, ഹേ ദേഹി ഭാരത, ദേഹി അല്ലെങ്കിൽ ദേഹി അങ്ങനെയുള്ളതാണ്, അനശ്വരനാണ്, അതിനെ കൊല്ലുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത്? നീ ഒരു ജീവനെ കുറിച്ചും വിഷമിക്കേണ്ട ആവശ്യമില്ല. ദേഹീനെ ആർക്കും കൊല്ലാനായിട്ട് സാധിക്കില്ല എന്ന് പറയാം. അത് അനശ്വരമായിട്ടുള്ളതാണ്. ആത്മാവ് നാശരഹിതനും ശരീരം നശ്വരനുമാണ്. ഭൗതിക ശരീരത്തിന് അതീതമായി ഒരാത്മാവുണ്ടെന്ന് കൃഷ്ണനെ പ്രമാണമാക്കി നാം മനസ്സിലാക്കണം. ഒരു യുദ്ധത്തിൽ ഹിംസയുടെ ആവശ്യം വരുമ്പോൾ ദൈവഹിതം അനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് അനിഷ്ടപ്രകാരമാകരുത്. അപ്പോ ഒരു ഭൗതിക ശരീരത്തിന് അതീതമായിട്ട് ഒരു ആത്മാവുണ്ടെന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കണം? കൃഷ്ണനെ പ്രതീകമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോ യുദ്ധത്തിലെ ഹിംസയുടെ ആവശ്യം വരുമ്പോ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ആ ആവശ്യം സാധൂകരിക്കപ്പെടണം. എന്നാൽ അത് എങ്ങനെയാവാൻ പാടില്ല? അനിഷ്ടപ്രകാരം ആകരുത്. നമ്മൾ തന്നിഷ്ടപ്രകാരം, നമ്മുടേതായ ഇഷ്ടപ്രകാരമായിരിക്കരുത് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാണ്. സ്വധർമാമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധി യുദ്ധ്യേയോ അന്യ ക്ഷത്രിയസ്യ ന വിദ്യതേ. ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്ക് പ്രത്യേക കർത്തവ്യം ആലോചിച്ച് മതശാസ്ത്രാനുസൃതമായ സമരത്തെക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. ഇവിടെ എന്താ പറയണത്? ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതശാസ്ത്രാനുസൃതമായിട്ടുള്ള സമരത്തെക്കാൾ ഉത്തമമായ ഒരു കർമ്മവും നിനക്ക് ചെയ്യാനില്ല. ഇപ്പൊ നമ്മളെ മതങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അതേപോലെ അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള കർത്തവ്യങ്ങൾ ഒഴികെ ബാക്കി ഒന്നും ആർക്ക് ചെയ്യാനില്ല? ആ കർമ്മിക്ക് ചെയ്യാനില്ല. അതിനാൽ വൈമുഖ്യം കൈവിടുക. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ വൈമുഖ്യം കൈവിടണം എന്നൂടെ പറയാണ്. ഇവിടെ ക്ഷത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറിവേൽപ്പിക്കുക. ഞാനിവിടെ അൺമ്യൂട്ട് ചെയ്തിടുന്നുണ്ട്. ക്ഷത്ത് എന്ന് വെച്ചാൽ അർത്ഥം മുറിവേൽപ്പിക്കുക. ക്ഷത്രായതേ രക്ഷപ്പെടുത്തുക. ക്ഷത്രിയൻ എന്ന് വെച്ചാൽ അപ്പൊ അർത്ഥം മുറിവിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ എന്നാണ് ക്ഷത്രിയൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ സ്വധർമ്മം രണ്ടു തരത്തിലുണ്ട്. ഒന്ന് ഭൗതികമായിട്ടുള്ള സ്വധർമ്മം, ഒന്ന് ആത്മീയമായിട്ടുള്ള സ്വധർമ്മം. അപ്പൊ ഭൗതികമായിട്ടുള്ള സ്വധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ നാമം ജപിക്കുന്നത്. പിന്നെ അതൊക്കെയാണ് ഭൗതികമായിട്ടുള്ള സ്വധർമ്മത്തിൽ വരുന്നത്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും, നിയത കർമ്മങ്ങളും, നമുക്ക് പറഞ്ഞിട്ടുള്ള എല്ലാ നിയത കർമ്മങ്ങളും എന്തിൽ വരുന്നതാണ്? ധർമ്മത്തിൽ വരുന്നതാണ്. ഇനി മറ്റേ സ്വധർമ്മം എന്താണ് പറയുന്നത്? മറ്റേ സ്വധർമ്മം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൗതികമായിട്ടുള്ള സ്വധർമ്മം ആധ്യാത്മികമായി കഴിഞ്ഞാല് അതെന്തായിട്ട് മാറും? അതായത് ചെയ്യുന്ന സ്വധർമ്മങ്ങള് ആധ്യാത്മികമായിട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അത് എന്തായിട്ട് മാറണം? അത് ആത്മജ്ഞാനത്തിന് പോകുന്നു. അപ്പൊ ആത്മീയ തലത്തിൽ വരും. അപ്പൊ നമുക്ക് എന്തിലേക്ക് നയിക്കാണത്? മുക്തി പ്രദാനം. മുക്തിയിലൂടെ നമുക്ക് ലഭിക്കും. ഒരാൾ മുക്തനാകുമ്പോൾ സ്വധർമ്മം ആത്മീയമായി തീരുന്നു. എപ്പോഴാണ് ഒരാൾ മുക്തനാകുന്നത്? അപ്പൊ ആ സ്വധർമ്മം എന്തായിട്ട് മാറുന്നു? ആത്മീയമായിട്ട് തീരും. ശാരീരിക തലത്തിൽ സ്വധർമ്മത്തെ
വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നു. ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടിയാണിത്. ശാരീരിക തലത്തിൽ സ്വധർമ്മത്തിന് എന്താ പറയുന്നത്? വർണ്ണാശ്രമ ധർമ്മം എന്ന് പറയുന്നു. അപ്പൊ അത് ആത്മജ്ഞാനത്തിലേക്കുള്ള ചവിട്ടുപടി. അപ്പൊ ഈ വർണ്ണങ്ങളും ആശ്രമങ്ങളും ഒക്കെ ഭഗവാൻ എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? അതിലൂടെ നമ്മൾ നമ്മളെ സ്വധർമ്മം ചെയ്ത് നമുക്ക് എന്തെത്തണം? ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. വർണ്ണാശ്രമ ധർമ്മം അഥവാ ശരീര പ്രകൃതിക്ക് അനുസൃതമായി നിയത കർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിലാണ് മാനവധർമ്മം ആരംഭിക്കുന്നത്. അപ്പൊ വർണ്ണാശ്രമ ധർമ്മം അതല്ലെങ്കിൽ എന്താണ്? നിയതമായ കർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിൽ നിന്നാണ് മാനവധർമ്മം ആരംഭിക്കുന്നത്. അപ്പൊ വർണ്ണാശ്രമ ധർമ്മം എങ്ങനെയായിരിക്കണം? ശരീര പ്രകൃതികൾക്ക് അനുസൃതമായിട്ട് നിയതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുക എന്ന നിലയിലാണ് എന്ത് ആരംഭിക്കുന്നത്? മാനവധർമ്മം ആരംഭിക്കുന്നത്. യദൃച്ഛയാചോപപന്നം സ്വർഗദ്വാരാമഭാവൃതം സുഖിനാ ക്ഷത്രിയ പാർത്ഥ ലഭം തേയുത്തം ഈശ്വരം. അല്ലയോ പാർത്ഥ, യാദൃശ്ചികമായി ഇതുപോലൊരു യുദ്ധത്തിന് അവസരം ലഭിക്കുന്ന ക്ഷത്രിയന്മാർ സന്തുഷ്ടരാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും. അപ്പൊ അർജുനനോട് വീണ്ടും പറയുന്ന ഭഗവാൻ എന്താ പറയണത്? ഇപ്പൊ അർജുനനോട് കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? യാദൃശ്ചികമായിട്ട് യുദ്ധം ചെയ്യാൻ അവസരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറയുക? ക്ഷത്രിയൻ ആരാന്ന് പറഞ്ഞത് അല്ലെ? എന്നാൽ ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് ഒരു നിനക്കുള്ള പ്രത്യേക കർത്തവ്യം ആലോചിച്ചാൽ മതാനുസൃതമായിട്ടുള്ള സമരത്തെക്കാൾ ഉത്തമമായിട്ടുള്ള ഒരു കർമ്മം നിനക്ക് ചെയ്യാനില്ല. അപ്പൊ ഒരു ക്ഷത്രിയൻ എന്ന നിലയ്ക്ക് നിന്റെ കർമ്മം എന്താണ്? യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. വേറെ നീ അപ്പൊ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്ന് അർജുനനോട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഈ ശ്ലോകത്തിൽ എന്താ പറയണത്? അത് മാത്രമല്ല, കാരണം യാദൃശ്ചികമായിട്ട് യുദ്ധം ചെയ്യാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാല് ക്ഷത്രിയന്മാർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. എന്തുകൊണ്ടാണ്? അവർക്ക് നേരെ അങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും അവർക്ക്. അതുകൊണ്ട് അവർക്ക് എന്താണ്? അങ്ങനെ യുദ്ധത്തിന് അവസരം കിട്ടിക്കഴിഞ്ഞാൽ ക്ഷത്രിയന്മാർക്ക് വളരെ സന്തോഷം കൂടിയിട്ടാണ്. എന്തെന്നാൽ സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കും. അപ്പൊ അർജുനനോട് പറഞ്ഞു കൊടുക്കാണ്, സാധാരണയായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് ക്ഷത്രിയന്മാർക്ക് വളരെ സന്തോഷത്തിലാണ്. കാരണം സ്വർഗ കവാടം അവർക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്നു ഇവിടെ പറയാണ്. ക്ഷത്രിയന്റെ ധർമ്മം പ്രജകളെ ക്ലേശത്തിൽ നിന്ന് രക്ഷിക്കലാണ്. അതിനുവേണ്ടി നിയമാനുസൃതമായ അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാം. അപ്പൊ ക്ഷത്രിയന്റെ ധർമ്മം എന്താണ്? നമ്മൾ പറഞ്ഞില്ലേ, മുറിവിൽ നിന്ന് രക്ഷിക്കുക. ക്ഷത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷത്രിയ എന്ന് വെച്ചാൽ മുറിവിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. അപ്പൊ ഒരു ക്ലേശങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്രജകളെ രക്ഷിക്കുക എന്നുള്ളതാണ് ആരുടെ ധർമ്മം? ക്ഷത്രിയരുടെ ധർമ്മം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നിയമാനുസൃതമായി അയാൾക്ക് ഹിംസയുടെ മാർഗം അവലംബിക്കാവുന്നതാണെന്നും ഇവിടെ ഈ ശ്ലോകത്തിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഏത് വിധത്തിൽ ആലോചിച്ചാലും അർജുനന് പോരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് ന്യായീകരിക്കാൻ വയ്യ. ഏത് തരത്തിലും അർജുനൻ എന്ത് ചെയ്തേ പറ്റൂ? അർജുനന് യുദ്ധം ചെയ്തേ പറ്റൂ. കാരണം ശത്രുക്കളെ ജയിച്ചു കഴിഞ്ഞാൽ രാജാവായിട്ടിരിക്കാം. ശത്രുക്കളിൽ നിന്ന് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്കായിട്ട് തുറക്കപ്പെട്ടിട്ടുള്ള സ്വർഗ കവാടങ്ങളില് എവിടെ സാധിക്കും? ഉപരിലോകങ്ങളിലേക്ക് പോകാനായിട്ട് സാധിക്കും. രണ്ട് വിധമായാലും എന്താ ആവശ്യമാണ്? യുദ്ധം ആവശ്യമാണ്. ആ യുദ്ധം ആരുടെ നന്മയ്ക്കാണ്? അർജുനന്റെ നന്മയ്ക്ക് കൂടിയിട്ടാണെന്ന് ഇവിടെ മനസ്സിലാക്കി തരാണ് നമുക്ക്. ഏത് തരത്തിലായാലും യുദ്ധം ചെയ്യണം. അപ്പൊ അത് എങ്ങനെയാണെന്ന് പറയാണ്? അത് അർജുനന്റെ നന്മയ്ക്ക് കൂടിയിട്ട് ആയിരിക്കും. അഥേത്തമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തഥാ സ്വധർമ്മ കീർത്തിം ച ഹിത്വാ പാപമാവാപ്സ്യസി. അല്ല, ധാർമ്മികമായി ഈ സമരം നീ ചെയ്യുന്നില്ലെങ്കിലോ സ്വന്തം കടമ നിറവേറ്റാതിരിക്കുന്നത് കൊണ്ട് നീ തീർച്ചയായും പാപം കയ്യേൽക്കും. യുദ്ധവീരൻ എന്നതിന്റെ യശസ് നഷ്ടപ്പെടുകയും ചെയ്യും. അപ്പൊ നീ അതല്ല, നിനക്ക് എന്താണ്? നീ സമരം ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും, ഈ യുദ്ധം ചെയ്യുന്നില്ലെങ്കിലും നിനക്ക് എന്താണ്? നിനക്ക് അപ്പോഴും പാപമേൽക്കേണ്ടതായിട്ട് വരും. കാരണം നീ നിന്റെ സ്വന്തം കടമ നിർവഹിക്കാത്തത് കൊണ്ട് നിനക്ക് അപ്പോഴും തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? നിനക്ക് പാപം കയ്യേൽക്കേണ്ടി വരും. മാത്രമല്ല നിന്റെ യുദ്ധവീരൻ എന്ന് പറഞ്ഞുള്ള നിന്റെ യശസ് അവിടെ നഷ്ടപ്പെടുകയും ചെയ്യും. അർജുനൻ ഒരു പ്രശസ്ത യോദ്ധാവാണ്. അദ്ദേഹം അനേകം ദേവന്മാരെ പരമശിവനെ പോലെ യുദ്ധത്തിൽ തോൽപ്പിച്ച് കീർത്തി നേടിയിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്ന് മാറിയാൽ അർജുനൻ എന്ന നിലയിൽ തനിക്കുള്ള കടമ നിറവേറ്റിയില്ലെന്ന് വരാം. അപ്പൊ ഈ യുദ്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാലോ അർജുനൻ ക്ഷത്രിയനാണ് അർജുനൻ അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ആ കടമ നിറവേറ്റാത്തത് പോലെ ആയിട്ട് മാറും. കാരണം യുദ്ധം ചെയ്യുക എന്നുള്ളത് ക്ഷത്രിയന്റെ ധർമ്മമാണ്. അപ്പൊ യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാലോ ആ കടമയിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് വരും. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അർജുനൻ ഇതുവരെ ഉണ്ടായിട്ടുള്ള സൽകീർത്തി അവിടെ നഷ്ടപ്പെടും. മാത്രമല്ല നരകത്തിലേക്ക് വഴിയൊരുക്കലാകും അത്.
അപ്പൊ അതുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്താലല്ല, യുദ്ധം ചെയ്യാതിരുന്നാലാണ് അദ്ദേഹത്തിന് എന്ത് വരുന്നത്? നരകം പോകേണ്ടി വരുന്നത്. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, അർജുനൻ യുദ്ധം ചെയ്യാതിരുന്നാലാണ് അർജുനന് എന്ത് സംഭവിക്കുന്നത്? നരകത്തിലേക്ക് പോകേണ്ടി വരുന്നത് എന്നിവിടെ ഭഗവാൻ അർജുനന് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കാണ്. കാരണം അർജുനൻ ക്ഷത്രിയനായത് കൊണ്ട് തന്നെ നിന്റെ ധർമ്മം യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നീ ചെയ്തില്ലെങ്കിൽ നിന്റെ ഇതുവരെ നീ നേടിയ സൽകീർത്തിയൊക്കെ നഷ്ടപ്പെടും, നിനക്ക് നരകത്തിലേക്ക് പോകേണ്ടതായിട്ടും വരും. അതല്ലെങ്കിലും എന്താണ് സംഭവിക്കുന്നത്? യുദ്ധം ചെയ്തില്ലെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിന്ന് കഴിഞ്ഞാല് നിന്റെ കീർത്തി നഷ്ടപ്പെടും. പിന്നെ അത് മാത്രമല്ല, എന്താ പറഞ്ഞ യുദ്ധം അപ്പൊ അതുകൊണ്ട് നീ എന്താണ്, നീ യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, ചെയ്യാതിരുന്നാലാണ് നിനക്ക് എന്ത് സംഭവിക്കുന്നത്? നരകം പോകേണ്ടി വരുന്നെന്നും കൂടി ഭഗവാനോട് ഓർമ്മപ്പെടുത്താണ്. അകീർത്തിം ചാഭിഭൂതാനി കഥയിഷ്യന്തി ദേവയാം സംഭവാദിസ്യ ചാകീർത്തിർ മരണാദത്തിരിച്ചതേ. ജനങ്ങളെല്ലാം നിന്നെ പഴിക്കും. ഒരു മാന്യ വ്യക്തിക്ക് മരണത്തേക്കാൾ ദുസ്സഹമാണ് അപമാനം. മാത്രമല്ല ജനങ്ങളൊക്കെ നിന്നെ എന്ത് ചെയ്യും? നിന്നെ പഴി പറയും. ഒരു മാന്യ വ്യക്തിക്ക് എന്താണ്? മരണത്തെക്കാൾ ദുസ്സഹമായിട്ടുള്ളതാണ് എന്ത്? അപമാനിക്കുന്നത്. പോരിന് മുൻപ് തന്നെ രണാങ്കണം വിട്ടുപോയാൽ അർജുനനെ ഭീരുവെന്ന് വിളിക്കപ്പെടും. മാന്യനായ ഒരു വ്യക്തിക്ക് മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കൃത്യം. അപ്പൊ ആ പോരിന് മുന്നേ, യുദ്ധത്തിന് മുന്നേ നീ ആ രണാങ്കണം വിട്ടു പോയി കഴിഞ്ഞാൽ നിന്നെല്ലാവരും ഭീരു എന്ന് വിളിക്കും. അങ്ങനെ ഒരു വ്യക്തിക്ക് ഭീരു എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് തന്നെ മരണത്തെക്കാൾ കഷ്ടമാണ് ദുഷ്കീർത്തി എന്ന് പറയുന്നത്. ഭയദ്രണാതു പരദം മംസ്യന്തേ താമഹാരഥഃ യേഷാം ചത്വം ബഹുമതോ ഭൂത്വാ യാസ്യാസി ലാഘവം. ഭയം കൊണ്ട് മാത്രമാണ് നീ യുദ്ധരംഗത്തിൽ നിന്ന് പോയതെന്ന് നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്ന മഹാരഥന്മാർ വിചാരിക്കും. അങ്ങനെ അവർ നിന്നെ നിസ്സാരനായി കരുതും. അപ്പോ നീ ഈ യുദ്ധത്തിൽ നിന്ന് പോണത് എന്തുകൊണ്ടാണെന്ന് പറയെല്ലാവരും? ഭയം കൊണ്ടാണെന്ന് പറയും. അപ്പൊ നിന്റെ പ്രശസ്തിയെ മാനിച്ചിരുന്നവരൊക്കെ മഹാരഥന്മാര്, അവരൊക്കെ എന്താ വിചാരിക്കുക? നീ പേടിച്ചിട്ടാണ്, ഭയം കൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പോയതെന്ന് അവര് വിചാരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ നിന്നെ അവരെല്ലാവരും എങ്ങനെയാണ് കാണും? നിസാരനായിട്ട് കരുതും. അവാചവാദാംശ ബഹൂൻ വദിഷ്യന്തി തവാഹിതഃ നിന്ദന്തസ്തവ സാമർഥ്യം തതോ ദുഃഖതരം നിക്കീം. ശത്രുക്കൾ നിന്നെ പറ്റി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ പുച്ഛിക്കും. ഇതിനും ദുഃഖകരമായി നിനക്ക് എന്തുണ്ടാവാനാണ്? അപ്പൊ ശത്രുക്കൾ നിന്നെ പറ്റി പലതും പറയും, നിന്റെ കഴിവില്ലായ്മയെ അവർ പുച്ഛിക്കും. ഇതിനേക്കാളും ദുഃഖകരമായിട്ട് നിനക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാകാനുണ്ടോ ഇവിടെ എന്ന് അർജുനനോട് ഭഗവാൻ പറയാണ്. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ചിത്തോ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃത നിശ്ചയഃ. കുന്തിപുത്ര, ഒന്നുകിൽ നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട് സ്വർഗം പോകും, അതല്ലെങ്കിൽ വിജയം നേടി രാജ്യം ഭരിക്കും. ഏതായാലും ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യും. അപ്പൊ അർജുനനോട് പറയണം, ഒന്നുകിൽ നീ യുദ്ധത്തില് മരണപ്പെട്ട് നീ സ്വർഗത്തില് പോകും, അല്ലെങ്കിൽ നീ വിജയം നേടിക്കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? ആ സാമ്രാജ്യം ഭരിക്കും. ഏതായാലും നീ എന്ത് ചെയ്യാ? ഉറച്ച തീരുമാനത്തോടെ എഴുന്നേറ്റ് യുദ്ധം ചെയ്യുമെന്നിവിടെ ഭഗവാൻ പറയാണ്. സുഖ ദുഃഖേ സമയ കൃത്വ ലാഭോ ജയോ തഥോ യുദ്ധായ യുജ്യസ്യ നൈവം പാപാമവാപ്സ്യസി. യുദ്ധത്തിന് വേണ്ടി മാത്രം നീ യുദ്ധം ചെയ്യുക. ഫലം സന്തുഷ്ടിയോ സന്താപമോ നഷ്ടമോ ലാഭമോ ജയമോ തോൽവിയോ എന്നതിനെ കുറിച്ച് ഓർക്കരുത്. എന്നാൽ നിനക്ക് ഒരിക്കലും പാപമേൽക്കില്ല. അപ്പൊ യുദ്ധത്തിന് വേണ്ടി മാത്രമായിരിക്കണം നീ എന്ത് ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യേണ്ടത്. അതിന്റെ ഫലം എങ്ങനെയാണെന്ന് നോക്കരുത്. അത് ചിലപ്പോ സന്തോഷാകാം, സന്താപാവാം, നഷ്ടമായിരിക്കാം, ലാഭമായിരിക്കാം, ജയോ തോൽവിയൊക്കെ ആയിരിക്കാം. പക്ഷെ നീ എന്ത് ചിന്തിക്കരുത്? അതിനെക്കുറിച്ച് നീ ചിന്തിക്കാനായിട്ട് പാടില്ല. അങ്ങനെയാണെങ്കിൽ നിനക്ക് എന്തുണ്ടാവില്ല? ഒരിക്കലും പാപമേൽക്കാനായിട്ട് ഇടവരില്ല. അപ്പൊ നീ യുദ്ധം ചെയ്യണം. ആ യുദ്ധത്തിന്റെ ഫലം നീ ഒരിക്കലും ആഗ്രഹിക്കരുത്. അപ്പൊ അതിനെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് എന്തുണ്ടാവില്ല? ഒരിക്കലും പാപമേൽക്കേണ്ടതായിട്ട് വരുന്നില്ല. കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന കർമ്മങ്ങളിൽ സന്തോഷ സന്താപങ്ങളെയോ ലാഭനഷ്ടങ്ങളെയോ ജയപരാജയങ്ങളെ കുറിച്ചുള്ള പ്രശ്നം ഉദിക്കുന്നേയില്ല. എന്തു ചെയ്യുന്നതും കൃഷ്ണന് വേണ്ടിയാവണം എന്നതാണ് ദിവ്യമായ അവബോധം. അപ്പൊ കൃഷ്ണാവബോധത്തോടെ നമ്മൾ എല്ലാ കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ അതിൽ എന്തുണ്ടാവുന്നില്ല? അതിന് ലാഭം നഷ്ടം, ജയം പരാജയം, ഇത് ഇങ്ങനത്തെ ഒരു പ്രശ്നം അതിൽ വരുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നത് നമ്മൾ ആർക്ക് വേണ്ടി ചെയ്യണം? ഭഗവാന് വേണ്ടി ചെയ്യണം എന്നാണ് പറയുന്നത്. കൃഷ്ണാവബോധമാർന്ന പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും മുഴുകിയ ഒരാൾക്ക് ലൗകിക പ്രവർത്തനങ്ങളാൽ ഉണ്ടാകുന്നത് പോലെ മറ്റാരോടും കടപ്പാടില്ല, അയാൾക്ക് ആരോടും ബാധ്യതയുമില്ല. ഇപ്പൊ കൃഷ്ണാവബോധത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും മുഴുകിയ ഒരു വ്യക്തിക്ക് എങ്ങനെയാണ്?
ലൗകിക പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പോലെ മറ്റൊരാളും എന്ത് വരുന്നില്ല, കടപ്പാട് വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അയാൾക്ക് ആരോടും ബാധ്യതയും വരുന്നില്ല. കൃഷ്ണാവബോധത്തിന്റെ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായിട്ടും മുഴുകിയ ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ലൗകിക പ്രവർത്തനങ്ങളിലോ മറ്റു ഉണ്ടാകുന്നത് പോലെ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കടപ്പാടോ ഒന്നും ഉണ്ടാകുന്നില്ല എന്നിവിടെ പറയാണ്. ആരോടും ബാധ്യതയും ഇല്ല അയാൾക്ക്. ഏഷാ തേ വിഹിത സംഖ്യേ ബുദ്ധിർ യോഗാതി മംസൃണോ ബുദ്ധിയുക്ത യഥാ പാർത്ഥ. എന്റെ പ്രോബ്ലം ആണോ? ഹരേ കൃഷ്ണ. എന്റെ കേൾക്കുന്നുണ്ടോ? എന്റെ നെറ്റിന്റെ പ്രോബ്ലം എന്റെ ആണോ? അല്ല കേൾക്കുന്നുണ്ട്. മാതാജി, കുഴപ്പമില്ല, കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് പ്രോബ്ലം ഇതുവരെ അപ്പൊ ഇവിടെ എന്താ പറഞ്ഞ, ഇതുവരെ അപഗ്രഥനാത്മകമായ പഠനത്തിലൂടെ ഈ ജ്ഞാനത്തെ പറ്റി നിനക്ക് ഞാൻ വിവരിച്ചു തന്നു. ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നതിനെ പറ്റി ഇനി വിവരിക്കുന്നത് കേൾക്കൂ. അല്ലയോ പാർത്ഥ, ഇതറിഞ്ഞു വെച്ചാൽ നിനക്ക് കർമ്മബന്ധനങ്ങളിൽ നിന്നും വിമുക്തനാകാം. അപ്പൊ ഇതുവരെ ഞാൻ എന്താ പറഞ്ഞ, നിനക്ക് അപഗ്രഥനാത്മകമായിട്ടുള്ള പഠനത്തിലൂടെ അങ്ങനെ വിശകലനം ചെയ്ത് പഠിക്കുന്നതിലൂടെ ജ്ഞാനത്തെ കുറിച്ച് ജ്ഞാനമാണ് നിനക്ക് ഞാൻ ഇത്രയും നേരം പറഞ്ഞു തന്നത്. ഇനി എങ്ങനെയാണ് ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് വിവരിക്കുന്നത് കേൾക്കൂ. ഇനി ഫലാസക്തി ഇല്ലാതെ കർമ്മം ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പോകാണ്. അല്ലയോ പ്രാർത്ഥ, ഇതറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് കർമ്മബന്ധങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും. അപ്പൊ ഇതുവരെ ഞാൻ നിനക്ക് എന്ത് പറഞ്ഞു? അജ്ഞാനം വിശകലനം ചെയ്ത് പഠിക്കുക. സാഖ്യയോഗം അല്ലെ, അപ്പൊ അപഗ്രഥനാത്മകമായിട്ടുള്ള പഠനത്തിലൂടെ അജ്ഞാനത്തെ നിനക്ക് വിവരിച്ചു പറഞ്ഞു തന്നു. പക്ഷെ ഇനി എങ്ങനെയാണ് ഫലാസക്തി ഇല്ലാതെ, അതുപോലെ തന്നെ എന്താണ് ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ അത് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, കർമ്മബന്ധങ്ങളിൽ നിന്ന് നിനക്ക് മുക്തനാകാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അപ്പൊ കർമ്മത്തിന്റെ ഫലങ്ങളൊന്നും നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നില്ല. ആത്മാവിന്റെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് സാഖ്യയോഗം. ആത്മാവിന്റെയും ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിന്റെയും ഒക്കെ ശരിയായ സ്വഭാവത്തെ വിവരിക്കുന്ന തത്വശാസ്ത്രമാണ് എന്ത്? സാഖ്യയോഗം. അതല്ലെങ്കിൽ സാഖ്യയോഗം ഇന്ദ്രിയ നിയന്ത്രണത്തിന്റെ അതുപോലെ തന്നെ ആത്മാവിന്റെ. യുദ്ധം ചെയ്യാതിരിക്കാനുള്ള അർജുനന്റെ നിശ്ചയം ഇന്ദ്രിയ സുഖത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. അപ്പൊ അർജുനൻ യുദ്ധം ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അർജുനന്റെ ആ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയിട്ട്. അതായത് തന്റെ ഗുരുജനങ്ങളും പിതാമഹനും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ അവരൊന്നും വധിക്കാൻ ആരാഗ്രഹിക്കുന്നില്ല? അർജുനൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരോടുള്ള ഒരു സ്നേഹമാണ് അവിടെ അർജുനനെ കൊണ്ടത് പറയിപ്പിക്കുന്നത്. നേഹാഭിക്രമിനാശോസ്തി പ്രത്യവായോന വിദ്യതേ സ്വൽപ്പം അഭ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിലില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റവും മഹാഭയങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നു. ഇപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? നഷ്ടവും ലാഭവും ഇതിനില്ല. ഈ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റം നമുക്ക് എന്താണ് സാധിക്കുന്നത്? മഹാഭയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കുന്നു. ഏത് പ്രവർത്തനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? ഹരേ കൃഷ്ണ. ഏത് പ്രവർത്തനത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? യുദ്ധം ചെയ്യുന്നതിനെ പറ്റി. എന്തിനെ കുറിച്ചാ പറയുന്നത്? കൃഷ്ണാവബോധത്തെ കുറിച്ചാണ്. കൃഷ്ണാവബോധത്തെ കുറിച്ച്. നഷ്ടമോ ലാഭമോ ഈ ഉദ്യമത്തിനില്ല. നഷ്ടവും ലാഭം ഇല്ലാത്ത പ്രവൃത്തിയതാണ് കൃഷ്ണാവബോധം. ഏത് സമയത്തും കൃഷ്ണനോടുള്ള ഒരു അവബോധം ഉണ്ടാകും നമുക്ക്. ആ വഴിക്കുള്ള ചെറിയൊരു മുന്നേറ്റം നമുക്ക് എന്ത് സാധിക്കാണ്? മഹാഭയങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നൽകും. കൃഷ്ണാവബോധത്തോടെ അഥവാ ഇന്ദ്രിയ സംതൃപ്തിയെ കാക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നത് എത്ര കർമ്മത്തിന്റെ അതീന്ദ്രിയ വൈശിഷ്ട്യം. അത്തരം പ്രവർത്തനങ്ങൾക്ക് വിഘ്നം ഉണ്ടാകുന്നില്ല. ഒരിക്കലും അവ നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. ഇപ്പോ കൃഷ്ണാവബോധത്തോടെ ഇന്ദ്രിയ സംതൃപ്തിയെ കാക്ഷിക്കാതെ കൃഷ്ണന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ് എന്ത്?
ചെയ്യുക എന്നുള്ളതാണ് കർമ്മത്തിന്റെ അതീന്ദ്രിയമായ ഒരു വൈശിഷ്ട്യം എന്ന് പറയുന്നത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരിക്കലും എന്ത് സംഭവിക്കുന്നില്ല, വിഘ്നങ്ങൾ ഉണ്ടാകുന്നില്ല, ഒരിക്കലും നമുക്ക് നഷ്ടത്തിൽ കലാശിക്കുന്നുമില്ല. കൃഷ്ണാവബോധത്തോടെ അനുഷ്ഠിക്കുന്ന പ്രവർത്തനം കേവലം 1% പോലും അതിനെന്ത് സംഭവിക്കുകയാണ്, പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കും. മാത്രമല്ല ദേഹനാശത്തിന് ശേഷവും ഒരാളെ കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കും. ഇപ്പൊ നമുക്ക് 1ാമത്തെ ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ശ്രീരാമസ്വാമി അണ്ണാറക്കണ്ണനെ തലോടുന്ന ഒരു പിക്ചർ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. കാരണം ആ ശ്രീരാമസ്വാമിക്ക് തന്നെക്കൊണ്ടായ സഹായം ആര് ചെയ്തു കൊടുക്കാണ്, അണ്ണാറണ്ണൻ ചെയ്തു കൊടുക്കാണ്. അപ്പൊ അത് തന്നെ പറഞ്ഞു, കൃഷ്ണാവബോധത്തില് എന്താ പറയുക, ചെയ്യുന്ന ഒരു പ്രവർത്തനം കേവലം 1% പോലും അതിനെന്തൊക്കെയാണ്, പൂർണ്ണമായിട്ടുള്ള ഫലം ലഭിക്കുന്നു. മാത്രമല്ല ദേഹനാശത്തിന് ശേഷം എന്ത് നശിക്കുന്നില്ല, കൃഷ്ണാവബോധം നശിക്കുന്നില്ല. വ്യവസായാത്മിക ബുദ്ധിരേഖ ഗുരുനന്ദന ബഹുശാഖാ ഹന്യന്താശ്ച ബുദ്ധയോ വ്യവസായിനാം. ഈ വഴിക്ക് പോകുന്നവർ നിശ്ചയദാർഢ്യമുള്ളവരാണ്, ലക്ഷ്യവും ഒന്നു മാത്രം. ഗുരുനന്ദന എന്താണ് ഇവിടെ പറഞ്ഞത്, ദൃഢനിശ്ചയമില്ലാത്തവരുടെ ബുദ്ധിയാകട്ടെ പല ശാഖങ്ങളോട് കൂടിയാണ്. ഈ വഴിക്ക് പോകുന്നവർ എങ്ങനെയുള്ളവരാണ്, നിശ്ചയദാർഢ്യമുള്ളവരാണ്. ഏത് വഴിക്ക് പോകുന്നവരാണ്, കൃഷ്ണാവബോധത്തിലൂടെ പോകുന്നവര് നിശ്ചയദാർഢ്യമുള്ളവരാണ്. അവരുടെ ലക്ഷ്യം ഒന്ന് മാത്രം. ആരാണ് അവരുടെ ലക്ഷ്യം, ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ ദൃഢനിശ്ചയം ഇല്ലാത്തവരുടെ ബുദ്ധിയാണെങ്കിലോ പല ശാഖകളോട് കൂടിയതാണ്. അപ്പൊ അവർക്ക് ഏതിലാണ്, ആരെയാണ് വിശ്വസിക്കേണ്ടത്, ആരെയാണ് ആരാധിക്കേണ്ടതെന്നും അവർക്കൊരു നിശ്ചയമില്ല. അവരെങ്ങനെ ചെയ്യാണ്, അവർ പല വഴി കൂടെ ചെയ്തു പോകും. അതാണ് കൃഷ്ണാവബോധം ഇല്ലാത്തവരുടെ ഒരു അവസ്ഥ. അവർക്ക് എന്തുണ്ടാവില്ല, സ്ഥിരബുദ്ധിയും ഒന്നുണ്ടാവില്ല. കൃഷ്ണാവബോധത്തിലൂടെ ജീവിത പരിപൂർണതയുടെ ഔന്നത്യത്തിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരാളുടെ ദൃഢവിശ്വാസത്തെ എന്ത് പറയാം, വ്യവസായാത്മിക ബുദ്ധി എന്ന് പറയാം. പൂർവ്വജന്മങ്ങളിൽ ചെയ്ത നല്ലയോ ചീത്തയോ ആയ കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങൾ കാമ്യകർമ്മങ്ങൾ എന്ന് പറയുന്നു. ചെയ്ത നല്ലതോ ചീത്തയായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലാനുഭവങ്ങൾ, അതിനെന്ത് പറയും, നമ്മൾ കാമ്യകർമ്മങ്ങൾ എന്ന് പറയും. കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരാളുടെ എല്ലാ പ്രവൃത്തികളും നിരപേക്ഷ തലത്തിലാണ്. അവയ്ക്ക് നന്മ തിന്മകൾ എന്ന ഇരുഭാവങ്ങളില്ല. അപ്പൊ കൃഷ്ണാവബോധത്തിൽ സ്ഥിതി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അയാളുടെ പ്രവൃത്തികളൊക്കെ എങ്ങനെയായിരിക്കും, നിരപേക്ഷ തലത്തിൽ. അതിന് നന്മ തിന്മ എന്നുള്ളൊരു വേർതിരിവ് അയാൾ ഒരിക്കലും കാണിക്കുന്നില്ല. കൃഷ്ണാവബോധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, മനുഷ്യ സമുദായം എന്നിങ്ങനെ എന്ന് വേണ്ട ഏവർക്കും ഉത്തമമായ സേവനം അർപ്പിക്കാൻ സാധിക്കും. ഒരാളുടെ പ്രവർത്തനം കൊണ്ട് കൃഷ്ണൻ സംതൃപ്തനാണെങ്കിൽ എല്ലാവരും സന്തുഷ്ടിപ്പെട്ടുകൊള്ളും. അപ്പൊ എന്താ പറഞ്ഞത്, ഭഗവാനെ സംബന്ധിച്ച് പറയുന്നത്, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന ഒരാള് ഒരു വ്യക്തി, കുടുംബം, സമൂഹം, രാഷ്ട്രം, മനുഷ്യ സമുദായം എന്ന് വേണ്ട ഏവർക്കും ഉത്തമമായ സേവനം അർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് സമൂഹത്തില് പല രീതിയിലുള്ള മാറ്റങ്ങളും വരുത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ എന്താ പറഞ്ഞത്, അയാളുടെ പ്രവൃത്തി അതില് ഭഗവാൻ സംതൃപ്തനാണെങ്കിൽ എന്താണ്, മറ്റുള്ളവരും തന്നെ സന്തുഷ്ടരായിക്കൊള്ളുന്നു പറയാണ് ഇവിടെ. കൃഷ്ണന്റെ ഉത്തമ പ്രതിനിധിയായ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വിദഗ്ധമായ ശിക്ഷണത്തിലൂടെ മാത്രം ശിഷ്യന് കൃഷ്ണാവബോധ സേവനം ഭംഗിയായി അനുഷ്ഠിക്കാൻ കഴിയൂ. കൃഷ്ണാവബോധം ഭംഗിയായിട്ട് സേവനം അനുഷ്ഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ആധ്യാത്മിക ഗുരുവിന്റെ വിദഗ്ധമായ ശിക്ഷണം. അപ്പൊ ഒരു വിദഗ്ധമായ ഒരു ശിക്ഷണത്തിലൂടെ മാത്രമേ നമുക്ക് എന്ത് സാധിക്കുള്ളൂ, കൃഷ്ണാവബോധം ഭംഗിയായിട്ട് നമുക്ക് അനുഷ്ഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഗുരുവിന്റെ പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് ആര് പ്രസാദിക്കും, ഭഗവാനും പ്രസാദിക്കും. യാമി മാം പുഷ്പിതാം വാചം പ്രവദന്തി വിപശ്ചിതഃ വേദാവാതാരത പാർത്ഥ നാന്യദസ്തീതി വാദിനഃ കാമാത്മാന സ്വർഗപരാ ജന്മ കർമ്മ ഫലപ്രദാം ക്രിയാവിശേഷ ബഹുലാം ഭോഗൈശ്വര്യാഗതീം പതി സ്വർഗലോക പ്രാപ്തി ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടി വിവിധ കർമ്മങ്ങൾ ഫലകാംക്ഷയോടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ അല്പം ആസക്തരാകുന്നു. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്നവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. അപ്പൊ സ്വർഗലോകപ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം എന്നിവയ്ക്ക് വേണ്ടിയിട്ട് വിവിധ കർമ്മങ്ങൾ ഫലകാംക്ഷയോടെ ചെയ്യാൻ നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളാൽ അല്പബുദ്ധികൾ എന്ത് സാധിക്കാണ്, അല്പബുദ്ധികൾ അതില് ആസക്തരാകും. അതായത് നമ്മൾ എന്താ പറയുന്നത്, കർമ്മങ്ങള് വേദസൂക്തങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന അല്ലെ, നമ്മള് സാക്ഷാത്കാരത്തിന് വേണ്ടി നമ്മൾ കുറെ കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുക, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി ധന്യമായിട്ടുള്ള പുനർജന്മം അല്ലെങ്കിൽ പ്രഭാവം, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫലം ആഗ്രഹിച്ചുകൊണ്ട് പലതരത്തിലുള്ള കർമ്മങ്ങൾ നിർദ്ദേശിച്ചു കഴിഞ്ഞാല്
നിർദ്ദേശിക്കുന്ന വേദസൂക്തങ്ങളായ അല്പബുദ്ധികൾ അതിലെന്താണ് സംഭവിക്കുന്നത്? അതിൽ ആസക്തരാകാണ് ചെയ്യുന്നത്. ഇന്ദ്രിയ സുഖപൂർത്തിയെയും ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്നവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. പക്ഷെ അതേപോലെ തന്നെ എന്താ പറയുന്നത് ഇവിടെ, ഐശ്വര്യ ജീവിതത്തെയും ആഗ്രഹിക്കുന്ന പിന്നെ ഐശ്വര്യ ജീവിതത്തെയും ഇന്ദ്രിയ പൂർത്തിയെയും ആഗ്രഹിക്കുന്നവർ അവയേക്കാൾ ഉത്കൃഷ്ടമായി ഒന്നുമില്ലെന്ന് വാദിക്കുന്നു. നമ്മള് ഇവര് ഇവിടെ പറഞ്ഞ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സ്വർഗപ്രാപ്തി, ധന്യമായ പുനർജന്മം, പ്രഭാവം, ഇതൊക്കെ ചെയ്യാനായിട്ടാണ് ആര് ശ്രമിക്കുന്നത്? അല്പബുദ്ധികൾ ശ്രമിക്കുന്നത്. അവരെന്താ ചിന്തിക്കുന്നത്? ഈ ഇന്ദ്രിയ സുഖത്തിനും ഐശ്വര്യ ജീവിതത്തിനും ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് വേറെ ഒന്നുമില്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവര് വേറെ ഒന്നുമില്ല, ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം, ഈ ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക, അത് മാത്രമാണെന്ന് അവര് വാദിക്കുന്നു. സാധാരണ മനുഷ്യൻ അറിവില്ലായ്മ കാരണം വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളിൽ നിർദ്ദേശിക്കപ്പെടുന്ന ഫലേച്ഛാപൂർവമായിട്ടുള്ള കർമ്മങ്ങളാൽ അവർ അത്രയും അസക്തരാകുന്നു. അപ്പോ സാധാരണ മനുഷ്യർ അറിവില്ലായ്മ കാരണം കൊണ്ട് എന്താ സംഭവിക്കുന്നത്? വേദങ്ങളുടെ കർമ്മകാണ്ഡങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഫലേച്ഛാപൂർവകളായ കർമ്മങ്ങളിൽ എത്രയും വേഗം ആസക്തരാകാണ് ചെയ്യുന്നത്. അനുഭവം കുറഞ്ഞ അക്കൂട്ടർക്ക് കൃഷ്ണാവബോധത്തോടെ സുനിശ്ചിത കർമ്മത്തിൽ മനസ്സുറപ്പിക്കാനായിട്ട് പ്രയാസം കൂടും. അപ്പൊ അനുഭവം കുറഞ്ഞു കഴിഞ്ഞാല് അത്തരത്തിലുള്ള കൃഷ്ണാവബോധത്തോടെ ഉള്ളവർക്ക് കർമ്മത്തിന്റെ സുനിശ്ചിത കർമ്മത്തില് മനസ്സുറപ്പിക്കാനായിട്ട് പ്രയാസം കൂടുതലായിരിക്കും. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു, സാധാരണ മനുഷ്യൻ എന്താണ് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം എന്ത് ചെയ്യാണ്? കർമ്മങ്ങൾ ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അവരെന്താ വിചാരിക്കുന്നത്? ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്ന് അവര് ചിന്തിക്കുന്നു. ഭോഗൈശ്വര്യ പ്രസക്താനാം തയാപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധൗനാ വിധീയതേ. ഭൗതിക ഐശ്വര്യത്തിലും സുഖാനുഭവങ്ങളിലും അത്യാസക്തരായവർക്കും ഇവകളാൽ പരിഭ്രാന്തരായവർക്കും ഭക്തിപൂർവം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യമുണ്ടാവില്ല. അപ്പൊ ഭൗതികമായിട്ടുള്ള ഐശ്വര്യത്തില് സുഖാനുഭവങ്ങളില് ഒക്കെ ആസക്തിയുള്ളവർക്ക്, ഇതുകൊണ്ട് പരിഭ്രാന്തരായവർക്കൊന്നും ഉണ്ടാവില്ല, ഭക്തിപൂർവം ഭഗവാനെ സേവനം ചെയ്യാൻ വേണ്ട ആ നിശ്ചയദാർഢ്യം അവർക്ക് ഉണ്ടാവില്ല. ത്രൈഗുണ്യ വിഷയ വേദ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്ദന്തോ നിത്യസത്വസ്ഥോ നിർയോഗക്ഷേമ ആത്മവാൻ. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അർജുന, നീ അവയെ അതിക്രമിക്കണം. ദ്വന്ദ്ങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. അപ്പൊ പ്രകൃതിയുടെ 3 ഗുണങ്ങളാണിത്. വേദങ്ങളുടെ മുഖ്യ വിഷയം എന്ന് പറയുന്നത് പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ്. അതുകൊണ്ട് അർജുനോട് പറയണം, നീ എന്ത് ചെയ്യണം? അതിനെ അതിക്രമിക്കാനായിട്ട് നീ ശ്രമിക്കണം. ദ്വന്ദ്ങ്ങളിൽ നിന്ന് ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സുറപ്പിക്കുക. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ദ്വന്ദ്ങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠകളിൽ നിന്നും മോചിതനായിട്ട് എന്ത് ചെയ്യണം? ആത്മാവിൽ മനസ്സുറപ്പിക്കുക എന്നാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഈ പ്രകൃതിയുടെ 3 ഗുണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യണം? 3 ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? വേദങ്ങളുടെ മുഖ്യ വിഷയമാണ്. അതിനെ നമുക്ക് അതിക്രമിക്കാൻ കടക്കണം. നമുക്ക് ആ 3 ഗുണങ്ങളിൽ നിന്ന് അതിനെ അതിക്രമിക്കാൻ കടക്കാൻ സാധിച്ചു കഴിഞ്ഞാലോ ദ്വന്ദ്ങ്ങളിൽ നിന്നും ലാഭനഷ്ടങ്ങളെ കുറിച്ചുള്ള ഉത്കണ്ഠങ്ങളിൽ നിന്നും തികച്ചും മുക്തനായി ആത്മാവിൽ മനസ്സർപ്പിക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചകൽപതരൂപശ്ച കൃപാ സിന്ധോഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദി കി ജയ്, ശ്രീല പ്രഭുപാദി കി ജയ്, ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നന്ദി. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നില്ല. കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ അയച്ചിട്ടുണ്ടല്ലോ. ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടേ. മാതാജി എനിക്ക് ഫോട്ടോ ഇതാവുന്നില്ലല്ലോ. അല്ല മാതാജി, ഹരേ കൃഷ്ണ. ഫോട്ടോ കിട്ടുന്നില്ലല്ലോ മാതാജി. ഇതുവരെ വന്നിട്ടില്ല മാതാജി. കാണുന്നില്ലല്ലോ. ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നില്ല മാതാജി. ക്വസ്റ്റ്യൻ വന്നില്ല മാതാജി. ഇതുവരെ വന്നില്ല.
ഇല്ല വന്നില്ല. ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ കിട്ടിയിട്ടുണ്ട്. 12 തൊട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. ഇപ്പൊ നോക്കിയിട്ട് കിട്ടിയില്ല. ഗ്രൂപ്പിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വന്നിട്ടില്ല, ചിലർക്ക് മാത്രമേ വരുന്നുള്ളൂ. ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടല്ലോ. ഇപ്പൊ വന്നിട്ടുണ്ട് മാതാജി. അതെന്താ സംഭവം എന്ന് വെച്ചാല് പറയട്ടെ. 4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു നമുക്ക് ഇതുവരെ. ഭഗവത്ഗീതയുടെ 4 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മളതില് വരുന്നത് ഒരു 100, 110, 120 റേഞ്ചിലാണല്ലോ നമ്മളെ ക്ലാസ്സിൽ വന്നിരിക്കുന്ന സ്ട്രെങ്ത്. അപ്പൊ 75-80 പേരെ വെച്ചിട്ടുള്ള 4 ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് സൂമിന്റെ ലിങ്ക് നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കില്ല, ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ടാണ് 4 ഗ്രൂപ്പ് ആയിരിക്കുന്നത്. ഇപ്പൊ ആള് കുറഞ്ഞപ്പോ നിങ്ങളെല്ലാവരെയും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരെയും ഒരു ഗ്രൂപ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ മാതാജി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മാതാജി വിചാരിച്ച ഒരു ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ആയെന്ന് വെച്ചിട്ട് ഇന്നലെ അതിൽ ഒന്നും പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ മനസ്സിലായി അതിൽ നിന്ന് എല്ലാവരും പോന്നിട്ടില്ല എന്നുള്ളത്. അപ്പൊ നമുക്കറിയുന്ന നമ്മളെല്ലാവരും ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ആ ഗ്രൂപ്പിൽ ഇടാഞ്ഞത്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, കുറച്ച് ദിവസം അതിലിടാം. പക്ഷെ നിങ്ങൾ ആ ഗ്രൂപ്പിലുള്ളവർ നിങ്ങൾ പറയണം ഞങ്ങൾക്ക് ഇപ്പുറത്തേക്ക് മാറാം. അപ്പൊ ഞാൻ അവിടെ ലിങ്ക് ഇട്ടുതരാം, നിങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പൊ നമുക്ക് ഒരു ഗ്രൂപ്പ് മതിയല്ലോ, ഇനി 4 ഗ്രൂപ്പിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ അതാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 1-2 ദിവസം അപ്പൊ ഇനി ക്ലാസ് പോസ്റ്റ് ചെയ്യാം അവിടെ. പക്ഷെ അവിടെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടില്ല, കാരണം നമ്മൾ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറണം. അപ്പൊ അവിടെ ലിങ്ക് ഇട്ടുതരാം, നമ്മളെ ഗ്രൂപ്പിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പുറത്തെ ഗ്രൂപ്പിലേക്ക് മാറണം കേട്ടോ. അതാണ് ക്വസ്റ്റ്യൻസ് വരാൻ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം. 1ാമത്തെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടാവും, 3-ഓ 4-ഓ ഗ്രൂപ്പിൽ അത് വന്നിട്ടുണ്ടാവും. അതുകൊണ്ടാണ് കേട്ടോ. ഹരേ കൃഷ്ണ. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പൊ എല്ലാവർക്കും കിട്ടിയല്ലോ. മാതാജി ഹരേ കൃഷ്ണ. മാതാജി ഇല്ല, കിട്ടിയില്ല മാതാജി. ഞങ്ങളെപ്പോ വിട്ടു, അതാണ് കിട്ടാത്തത്. ക്വസ്റ്റ്യൻസ് എല്ലാ ഗ്രൂപ്പിലും വന്നിട്ടുണ്ട്. നോക്കാം, ഇനി വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യാം. ഒന്നുകൂടി പോസ്റ്റ് ചെയ്തുതരാം. 1, 2, 3, 4 ഗ്രൂപ്പിലും വന്നിട്ടുണ്ടാവും. മാതാജി അതെ ഇപ്പോഴാണ് മാതാജി വന്നത്, അതുകൊണ്ടാ. ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം നമുക്ക്. ഏതുവരെ നമ്മൾ എടുത്തത്? 11 വരെ. 9ാമത്തെ വരെ എടുത്തു അല്ലെ? 11 വരെ. 11 വരെ. 9 വരെ പറഞ്ഞോളൂ. 9 വരെ പറയാൻ വഴിയുള്ളൂ. 9 വരെ പറഞ്ഞു. ആത്മാവിന്റെ വലിപ്പം എത്രയാണെന്ന് വരെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആത്മാവിന്റെ സവിശേഷതകൾ പറഞ്ഞു. ആത്മാവിന്റെ സവിശേഷതകള് അത് നമുക്കറിയാമായിരുന്നു, ആദ്യത്തേനായിട്ട് എഴുതിയിട്ടുള്ളതാണ്. ആത്മാവിന്റെ സവിശേഷതകള് കുറെ ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും. ആത്മാവിന് നാശമില്ലാത്തതാണ്, അജനാണ്, നിത്യനാണ്, ശാശ്വതനാണ്. നനയ്ക്കാൻ സാധിക്കില്ല, കാറ്റുകൊണ്ട് ശോഷിപ്പിക്കാൻ സാധിക്കത്തില്ല, നനപ്പിക്കാനോ സാധിക്കത്തില്ല, സർവത്ര ഗമിക്കാൻ കഴിവുള്ളവനും അചഞ്ചലനും നിത്യനുമാണ്. അപ്പൊ അത് എല്ലാവർക്കും അറിയില്ല. അത് ഇത്രയും വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിന് ആത്മാവിന്റെ പോയിന്റുകൾ നോക്കി എഴുതാം. അർജുനൻ യുദ്ധം ചെയ്യുന്ന ജനന മരണങ്ങൾ ഉണ്ടാകുകയില്ല, ഭാവിയിൽ ഉണ്ടാവുകയില്ല. അജനും നിജന് ശാശ്വതനും രാജീവനുമാണ്. ശരീരം നശിക്കുമ്പോൾ ആത്മാവിന് മരണം. യുദ്ധം ചെയ്യുന്നത് കൊണ്ടല്ല, മറിച്ച് ചെയ്യാതിരുന്നാലാണ് നരകം പോകേണ്ടി വരുന്നതെന്ന് പറയാൻ കാരണം എന്താണ്? അർജുനൻ ക്ഷത്രിയനായതുകൊണ്ട് ക്ഷത്രിയ ധർമ്മം പാലിക്കും. ക്ഷത്രിയ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് ക്ഷത്രിയ ധർമ്മം. പ്രജകളുടെ ക്ഷേമത്തിനും അർജുനൻ ചെയ്യേണ്ടി വരുന്നത്, അർജുനന് പാപമേൽക്കേണ്ടി വരുന്നത് അല്ലെ? പാപമേൽക്കേണ്ടി വരുന്നു. ക്ഷത്രിയ ധർമ്മം അർത്ഥം ക്ഷത്രം എന്ന് പറഞ്ഞാൽ ഉപദ്രവം, ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ അല്ലെ? ക്ഷത്ത് എന്ന് വെച്ചാൽ രക്ഷിക്കുക. ക്ഷത്രിയൻ എന്ന് പറഞ്ഞാൽ മുറിവിൽ നിന്ന് രക്ഷിക്കുന്ന അല്ലെങ്കിൽ ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ. 2 തരത്തിലുള്ള സ്വധർമ്മം ഏതൊക്കെയാണ്? ആത്മീയ ധർമ്മവും ഭൗതിക ധർമ്മവും. ഭൗതികമായിട്ടുള്ള ധർമ്മം. ഭൗതികമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് മുക്തിക്ക് മുമ്പും ഒന്ന് മുക്തിക്ക് ശേഷമാണ് വരുന്നത്. മുക്തിക്ക് മുമ്പ്
ഇപ്പൊ നമ്മളൊക്കെ ചെയ്യുന്നത് വർണ്ണാശ്രമ ധർമ്മങ്ങൾ പാലിക്കണം. വർണ്ണാശ്രമ ധർമ്മങ്ങൾ എടുത്ത് നമ്മള് ഒരു മാനവജന്മം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് നിയതകർമ്മങ്ങൾ ഉള്ളത്? അതൊക്കെ എന്തിൽ വരുന്നതാണ്? മുക്തിക്ക് മുന്നേ വരുന്ന ഭൗതികമായിട്ടുള്ള സ്വധർമ്മങ്ങൾ വരുന്നത്. മുക്തിക്ക് ശേഷം വരുന്നതാണ് ആത്മീയ ധർമ്മം. അതെന്താണ്? ഭഗവത് സേവനം. ഭഗവാന്റെ സേവനം മാത്രം. അതാണ് അപ്പൊ സ്വധർമ്മം 2 തരത്തിൽ. ഒന്ന് മുക്തിക്ക് മുന്നേ ഉണ്ടാവും, ഒന്ന് മുക്തിക്ക് ശേഷം. രണ്ടാമത്തത് ഭഗവത് സേവനം. ക്ലിയർ ആണ്? യാദൃശ്ചികമായി യുദ്ധത്തിന് അവസരം ലഭിക്കുമ്പോൾ ക്ഷത്രിയന്മാർ സന്തുഷ്ടരാകാൻ കാരണം എന്താണ്? യുദ്ധത്തിൽ പോകാനായിട്ട് സാധിക്കില്ല. യുദ്ധത്തിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ക്ഷത്രിയന്മാർക്ക് നേരെ സ്വർഗത്തിലേക്ക് പോകാൻ അവർക്ക് സന്തോഷമാണ്. എങ്ങനെ യുദ്ധം ചെയ്താൽ പാപമേൽക്കില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്? യുദ്ധത്തിന് വേണ്ടി യുദ്ധം ചെയ്യുക. ഫലം സന്താപമോ നഷ്ടമോ ജയമോ തോൽവിയോ ഒന്നും നോക്കാതെ. അതെ, യുദ്ധത്തിന് വേണ്ടി മാത്രം യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല? നോക്കില്ലേ, ഇല്ലാത്ത പ്രവർത്തനം ഏതാണ്? എങ്ങനെയുള്ളവർക്ക് ഭക്തിപൂർവ്വം ഭഗവത് സേവനം നടത്താൻ സാധിക്കില്ല? സുഖാനുഭവങ്ങളിലും ഭക്തരായവർക്കും ഇവകളാൽ മോഹിതരായവർക്കും ഭക്തിപൂർവ്വം ഭഗവത് സേവനം നടത്താൻ വേണ്ടുന്ന നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. എങ്ങനെയുള്ളവർക്കാണ് പറഞ്ഞത്? ഭൗതികമായിട്ടുള്ള ആസക്തിയുള്ളവർക്ക്, പരിഭ്രാന്തരായവർക്ക് ഭക്തിപൂർവ്വം ഭഗവാന്റെ സേവനം ചെയ്യാനായിട്ട് അവർക്ക് ഉള്ള നിശ്ചയദാർഢ്യം ഉണ്ടാവില്ല. 45-ാമത്തെ കൂടെ എടുത്തില്ല നമ്മള്? വേദങ്ങളുടെ മുഖ്യ വിഷയം എന്താണ്? പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. പ്രകൃതിയുടെ 3 ഗുണങ്ങളാണ് വേദങ്ങളുടെ മുഖ്യ വിഷയം. അടുത്തെടുത്തിട്ടില്ല അല്ലെ? ഉത്തമനായിട്ടുള്ള വേദാന്തി എടുത്തിട്ടില്ല. ഇല്ല. ബാക്കിയുള്ളത് അപ്പൊ നാളത്തെ ക്ലാസ്സിൽ എടുക്കും. 18 വരെ നമ്മൾ നോക്കിയിട്ടുള്ളൂ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ